യെസ്, ഇത്തവണ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷനും ഫൗണ്ടേഷനും സോഷ്യോളജിയും ചേർത്ത് 25 മാർക്ക് ഉണ്ടായിരിക്കും. ഫൗണ്ടേഷൻ ഞാൻ കുറെ ക്ലാസ് പഠിപ്പിച്ചു, ഫൗണ്ടേഷൻ 26 ക്ലാസ് പഠിപ്പിച്ചു. 26 പഠിച്ചു, 26 27 പഠിച്ചില്ലേ? 26 27 പഠിച്ചില്ലേ? ഫൗണ്ടേഷൻ ഞാൻ 26 27 ക്ലാസ് പഠിപ്പിച്ചായിരുന്നു. ഉണ്ടായിരുന്നോ? 26 27 ക്ലാസ് ഫൗണ്ടേഷൻ പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിച്ചോടെ? ഫൗണ്ടേഷൻ 26 ക്ലാസ് ഫൗണ്ടേഷൻ ഇല്ല, 26ഓളം, കുറെ മണിക്കൂർ, 50-60 മണിക്കൂറുണ്ട്. അതും ന്യൂട്രീഷനും സോഷ്യോളജിയും ചേർത്ത് 25 മാർക്ക് ചോദിക്കും. ഫൗണ്ടേഷനും ന്യൂട്രീഷനും സോഷ്യോളജിയും ചേർത്ത് 25 മാർക്ക് ചോദിക്കും. ഓക്കെ അല്ലേ? ഫസ്റ്റ് കിട്ടിയോ? ഇത്തവണത്തെ എക്സാം പറയുന്നത്, ഈ എക്സാം കാര്യം പറയുന്നത് ഫൗണ്ടേഷനും ന്യൂട്രീഷനും സോഷ്യോളജിയും ചേർത്ത് 25 മാർക്ക് ചോദിക്കും. ക്ലിയർ ആയല്ലോ? ഫൗണ്ടേഷൻ, ന്യൂട്രീഷൻ, സോഷ്യോളജി 25 മാർക്ക്. അത് മെഡിക്കൽ സർജിക്കലും ആൻഡ് ENTയും ചേർത്ത്, ENTയും ഫാർമക്കോളജിയും ആൻഡ് ഒഫ്താൽമോളജി അയും ചേർത്ത് 25 മാർക്ക്. ക്ലിയർ? മെഡിക്കൽ സർജിക്കിനകത്ത് ENT, ഒഫ്താൽമോളജി, ഫാർമക്കോളജി എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എത്ര മാർക്കാ? 25 മാർക്ക്. എത്ര മാർക്കായി? 50. ആൻഡ് പീഡിയാട്രിക് എത്ര? 10 മാർക്ക്. ആൻഡ് പീഡിയാട്രിക് 10 മാർക്ക്. എത്ര മാർക്ക്? 60ആയോ? OBG 10 മാർക്ക്. 70ആയോ? OBG 10 മാർക്ക്. 70ആയോ? സൈക്യാട്രിയും സൈക്കോളജിയും 10 മാർക്ക്. 80ആയോ? സൈക്യാട്രിയും സൈക്കോളജിയും 10 മാർക്ക്. രണ്ടും കൂടെ ചേർത്ത് 10 മാർക്കുണ്ട്. 80ആയോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 10 മാർക്ക്. 90ആയോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 10 മാർക്ക്. 90ആയോ? ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് മാനേജ്മെന്റ് 10 മാർക്ക്. 100 മാർക്ക്. ഫൗണ്ടേഷനും ന്യൂട്രീഷനും സോഷ്യോളജിയും ചേർത്ത് 25 മാർക്ക്. മെഡ് സർജും ENTയും ഐയും ഈ പറഞ്ഞ ഫാർമക്കോളജി, ഒഫ്താൽമോളജി ചേർത്ത് 25 മാർക്ക്. പീഡിയാട്രിക് 10 മാർക്ക്. OBG 10 മാർക്ക്. സൈക്യാട്രി 10 മാർക്ക്. കമ്മ്യൂണിറ്റി 10 മാർക്ക്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് 10 മാർക്ക്. 100 മാർക്കായോ? 100 മാർക്കായല്ലോ. ഇതാണ് ഇത്തവണത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ രീതി. ക്ലിയർ? ഇതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം വരെ പോയത്. ക്ലിയർ? ഇതിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയിട്ട് സൗണ്ടും വയ്യാതായി തിരിച്ചു വന്നത്. അതാണ് കാരണം. കിട്ടിയല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ എവിടേക്ക് 25 മാർക്കുണ്ട്? എവിടെ രണ്ടിടത്ത് 25 മാർക്ക് വെച്ചുണ്ട്? ഫൗണ്ടേഷനും ന്യൂട്രീഷനും സോഷ്യോളജിയും ചേർത്ത് 25 മാർക്ക്. മെഡ്സർജ് ഫുള്ളും ENT ചേർത്ത് ഫാർമക്കോളജി ചേർത്ത് 25. പീഡിയാട്രിക് 10 മാർക്ക്. OBG 10 മാർക്ക്. സൈക്യാട്രിക് സിമ്പിൾ കാര്യം 10 മാർക്ക്. കമ്മ്യൂണിറ്റി 10 മാർക്ക്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് 10 മാർക്ക്. ക്ലിയർ? സോ OBG കഴിഞ്ഞ ശേഷം നേരെ പോകുന്ന എങ്ങോട്ടെന്ന് അറിയാമോ? ഇങ്ങോട്ടാ, കമ്മ്യൂണിറ്റി. OBG കഴിഞ്ഞ് നേരെ പോകുന്ന കൊണ്ട് അറിയാമോ? കമ്മ്യൂണിറ്റി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ മെറ്റൽ പെൽവിസ് ഞാൻ പറഞ്ഞു, രാത്രി ക്ലാസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. മെറ്റൽ പെൽവിസ്. താമസിച്ച് വന്ന ആൾക്കാർക്ക് പറയാനുള്ളത് റെക്കോർഡിങ്ങിന്റെ ആദ്യ 10 നിമിഷം കേൾക്കും കേട്ടോ. താമസിച്ച് വന്ന ആൾക്കാർ റെക്കോർഡിങ്ങിന്റെ 10 നിമിഷം കേൾക്കുമല്ലോ. കേൾക്കണേ, കേൾക്കാതെ പോരുതേ. ഇതുണ്ടോ? വീണ്ടും പറയാണ്, താമസിച്ച് വന്ന ആൾക്കാർ എവിടെ? വീണ്ടും വരികയാണ്. ലാസ്റ്റ് പറയാം. വീണ്ടും വരികയാണ്, ഓടി വരികയാണ്. ലാസ്റ്റ് പറയാം. സോ സ്റ്റാർട്ട് ചെയ്യാം. മെറ്റൽ പെൽവിസ് സ്റ്റാർട്ട് ചെയ്യല്ലോ. മെറ്റൽ പെൽവിസ് എപ്പോഴും ഒരു ചോദ്യം ഉറപ്പാണ്.
സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയി പഠിക്കാം. സിമ്പിൾ പഠിക്കാമോ? സിമ്പിൾ വേണോ ഹാർഡ് വേണോ? സിമ്പിൾ വേണോ ഹാർഡ് വേണോ? ഓർ ദ മോഡറേറ്റ് വേണോ? സിവിയർ വേണോ? സിവിയർ പെയിൻ, മോഡറേറ്റ് പെയിൻ, അക്യൂട്ട്. സിവിയർ ഉണ്ടെങ്കിൽ അക്യൂട്ട്, അക്യൂട്ട് ആണ്, മോഡറേറ്റ് പെയിൻ ആണ്, സിവിയർ ആണ്. ഏതാണല്ലേ? സിമ്പിൾ അക്യൂട്ട് മതി അല്ലേ? മതിയല്ലേ? നമ്മുടെ ലാംഗ്വേജിൽ അക്യൂട്ട് മതി. സോ മെറ്റൽ പെൽവിസ് ഹെഡിങ് ഇടുക. മെറ്റൽ പെൽവിസ് എത്ര ബോൺ ചേർന്നാണ്? ഫുള്ള് മലയാളം പറയുന്നത് കേട്ടിരുന്നാൽ മാത്രമേ ഒന്നും എഴുതണ്ട. മെറ്റൽ പെൽവിസിന്റെ നോട്ട്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ എഴുതരും. 2-3 ടൈം നോട്ട് തരും കേട്ടോ. പഠിക്കുക. എത്ര ബോൺ ചേർന്നാണ്? മെറ്റൽ പെൽവിസ് എന്ന് പറയുമ്പോൾ എത്ര ബോൺ ഫ്യൂസ് ചെയ്തുണ്ടാവുന്നതാണ്? മെറ്റൽ പെൽവിസ് എത്ര ബോൺസ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്നു? എത്ര ജോയിന്റ്സ് ഉണ്ട്? എത്ര ജോയിന്റ്സ് ഫ്യൂസ് ചെയ്താണ്? എത്ര ബോൺസ് ഫ്യൂസ് ചെയ്താണ്? 4 ബോൺസ് അല്ലേ? 4 ബോൺസും 4 ജോയിന്റ്സും അല്ലേ? 4 ബോൺസും 4 ജോയിന്റ്സും ഫ്യൂസ് ചെയ്ത് വരുന്നത് എന്താ? മെറ്റൽ പെൽവിസ് അല്ലേ? 4 ബോണും 4 ജോയിന്റ്സ് കൂടി ചേർന്ന് വരുന്നതിന് പറയുന്ന പേരെന്താ? മെറ്റൽ പെൽവിസ് അല്ലേ? ശരിയല്ലേ? 4 ബോണും 4 ജോയിന്റ്സും ചേർന്ന് വരുന്ന എപ്പോഴും മെറ്റൽ പെൽവിസ് എന്ന് പറയുന്നത്. 4 ബോണ് 4 ജോയിന്റ് അല്ലേ? 4 ബോൺ 4 ജോയിന്റ്, 4 ബോണും 4 ജോയിന്റ്സും ചേർന്ന എപ്പോഴും മെറ്റൽ പെൽവിസ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് 4 ബോൺ? 4 ബോൺ ചേർന്ന് വരുമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 4 ബോൺ? ഏതൊക്കെയാണ് 4 ബോൺ? 4 ബോൺ ഏതൊക്കെയാ? 4 ബോൺസ് ഏതൊക്കെയാ? 4 ബോൺ ജോയിന്റ് എന്ന് പറഞ്ഞു ഏതൊക്കെയാ? 4 ബോൺ ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ 4 ബോൺ? 2 ഇനോമിയൽ ബോൺസ് ഉണ്ടോ? ഏതൊക്കെയാണ്? 2 ഇനോമിയൽ ബോൺസ് ഉണ്ടോ? 2 ഇനോമിയൽ ബോൺസും വേർപെടുണ്ടോ? ഹിപ്പ് വിളിക്കാറുണ്ടോ? ഇനോമിയൽ ബോൺസ് എന്ന് പറയുമ്പോൾ ഹിപ്പ് എന്ന് പറയാറുണ്ടോ? 2 ഇനോമിയൽ ബോൺസ് എന്ന് പറയുമ്പോൾ ഹിപ്പ് ബോൺസ് ആണോ? 2 ഇനോമിയൽ ബോൺസ് പറയുമ്പോൾ ഹിപ്പ് ബോൺസ് അല്ലേ? ഹിപ്പ് ബോൺസ് അല്ലേ? ഹിപ്പ് ബോൺസ് അല്ലേ? 2 ഇനോമിയൽ ബോൺസ് പറയുമ്പോൾ ഹിപ്പ് ബോൺസ് അല്ലേ? ആണോടെ? ഏതൊക്കെയാ ബോൺസ്? ഏതൊക്കെയാ? അതിനകത്ത് എത്ര പാർട്ടുണ്ട്? 3 പാർട്ടുണ്ടോ? 3 പാർട്ടുണ്ടോ? 3 പാർട്ടുണ്ടോ? ഏതൊക്കെയാ? ഇലിയം, ഇഷ്യം ആൻഡ് പിബിസ് ഉണ്ടോ? ഇലിയം, ഇഷ്യം ആൻഡ് പിബിസ് ഉണ്ടോ? അപ്പോൾ ഇനോമിയൽ ബോൺസ് 2 സൈഡില്ലേ? ആ ഒരു പിക്ചറിൽ കണ്ടപ്പോൾ തന്നെ ഇനോമിയൽ ബോൺസ് 2 സൈഡ് ഉണ്ടല്ലേ? 2 സൈഡുള്ള ഈ പാർട്ടല്ലേ ഇനോമിയൽ ബോൺസ്. അതിനെന്തൊക്കെയുണ്ട്? ഇലിയം, ഇഷ്യം ആൻഡ് പിബിക് ബോൺ ഇല്ലേ? ഇലിയും ഇഷ്യവും പ്യൂബിക്കും അല്ലാതെ വേറെ സെപ്പറേറ്റ് ബോൺസ് ഉണ്ടോ? പ്യൂബിക് ബോൺസ് അല്ലാതെ വേറെ ഉണ്ടോ? അല്ല, ഇനോമിയൽ ബോൺസ് അല്ലാതെ വേറെ ഉണ്ടോ? ഇനോമിയൽ ബോൺസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സാക്കർ ഉണ്ട്. എത്രയുണ്ട്? സാക്കർ ഒന്നല്ലേ? സാക്കർ ഒന്നുണ്ട്. ആൻഡ് കോക്സിസ് ഒന്നുണ്ടോ? സാക്കറും ഒന്നും കോക്സിസ് ഒന്നുണ്ടല്ലേ? അപ്പൊ 2 ഇനോമിയൽ ബോൺസും 1 സാക്രവും 1 കോക്സിസും ചേർന്ന് എന്താ? 2 ഇനോമിയൽ ബോൺസും 1 സാക്രവും 1 കോക്സിസും ചേർന്ന് എന്താ വരുന്നത്? 4 എന്താ? പെൽവിക് ബോൺ അല്ലേ? 2 ഇനോമിയൽ ബോൺസും 1 സാക്രവും 1 കോക്സിസും ചേർന്ന് വരുന്നത് പെൽവിക് ബോൺ വരുന്നത് അല്ലേ? പെൽവിക് ബോണിന്റെ 4 ബോൺ ഏതൊക്കെയാ? സിമ്പിൾ ചോദ്യം, ചോദിക്കില്ല എങ്കിലും പഠിക്കണം. 1 സാക്രം, 1 കോക്സിസ്, 2 ഇനോമിയൽ ബോൺസ് അല്ലേ? അത്രയും ക്ലിയർ ആയി. ബോൺസ് എല്ലാം ക്ലിയർ ആയിട്ട്. ബോൺസ് ഓരോ കാര്യം പറഞ്ഞു പഠിക്കരുത്. ബോൺസ് ക്ലിയർ ആയി. ഇനി പഠിക്കും. ജോയിന്റ്സ് ഏതൊക്കെയുണ്ട്? ബോൺസ് ക്ലിയർ ആയെങ്കിൽ ജോയിന്റ്സ് എത്രയുണ്ട്? 4 ജോയിന്റ്സ് ഉണ്ട്. ബോൺസ് ക്ലിയർ ആയെങ്കിൽ ജോയിന്റ്സ് എത്രയുണ്ട്? 4 ജോയിന്റ്സ് ഏതൊക്കെയാ? 2 സാക്രോ ഇലിയാക് ജോയിന്റ്. സാക്രവും ഇലിയവും തമ്മിലുള്ള ജോയിന്റ് 2 ഉണ്ടോ? സാക്രവും ഇലിയവും തമ്മിലുള്ള ജോയിന്റ് 2 ഉണ്ടല്ലേ? സാക്രവും ഇലിയവും തമ്മിലുള്ള ജോയിന്റ് എത്രയുണ്ട്? 2 ഉണ്ടോടെ? കുഞ്ഞുങ്ങളെ പറയടെ. സാക്രവും ഇലിയവും തമ്മിലുള്ള ജോയിന്റ് 2 ഇല്ലേ? 2 ഉണ്ട്. ഇനി സാക്രോ കോക്സിക്സുമായി ജോയിന്റ് ഉണ്ടോ? സാക്രോ ഇലിയാക്ക് 2 ആണെങ്കിൽ സാക്രോയും കോക്സിസും ജോയിന്റ് ഉണ്ടോ? ഉണ്ട്. എത്ര എണ്ണം? ഒന്നല്ലേ? അല്ലേ?
ഇനി ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് എന്ത് ജോലുണ്ട്? ദ പ്യൂബിക് സിംബേഴ്സ് ഉണ്ടോ? ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് എന്ത് ജോലുണ്ട്? ദ പ്യൂബിക് സിംബേഴ്സ് ഉണ്ടോ? ഏറ്റവും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ദ പ്യൂബിക് സിംബേഴ്സ് ഉണ്ടോ? എങ്കിൽ എത്രയാണ് 4 ജോയിന്റ്സ് ഓഫ് പെൽവിസ് ഏതൊക്കെയാ? സിമ്പിൾ ആയി പഠിക്കുക. എത്രയാ 4 ജോയിന്റ്സ് ഓഫ് പെൽവിസ് ഏതൊക്കെയാ? 2 സാക്രോ ഇലിയാക് ജോയിന്റും 1 സാക്രോ കോക്സിയൽ ജോയിന്റും 1 ദ പ്യൂബിക് സിംബേഴ്സ് ചേർന്നാണ് 4 ജോയിന്റ്സ് ഓഫ് പെൽവിസ് എന്ന് പറയുന്നത്. ഇനി എത്ര ബോൺസ് ഉണ്ട്? എത്ര ബോൺസ് ഉണ്ട്? 2 ഇനോബുലർ ബോൺസും ഹിപ്പ് ബോൺ എന്നും വിളിക്കാം. 1 സാക്രം 1 കോക്സിസ് ഉണ്ടോ? ഉണ്ടോ? അപ്പൊ 4 ബോൺസും 4 ജോയിന്റ്സ് ക്ലിയർ ആയോ? 4 ബോൺസ് ഏതൊക്കെയാണ്? 4 ജോയിന്റ്സ് ഏത് ക്ലിയർ ആയോ? ഇത് പഠിക്കുമ്പോൾ ഇമേജ് വെച്ച് പഠിക്കേ. ഞാൻ അയക്കുന്ന നോട്ടുള്ള ഇമേജ് ഇല്ലേ, ഇമേജ് വെച്ച് പെൽവിസ് പഠിക്കും. സ്കള്ള് പഠിച്ചാലും പെൽവിസ് പഠിച്ചാലും ഇമേജ് വെച്ച് ഞാൻ പഠിപ്പിക്കുന്ന കാര്യം വായിക്കുക കേട്ടോ. ഇതുണ്ടോ? അപ്പോ ലെഫ്റ്റിലും റൈറ്റിലും 2 ഹിപ്പ് ഉണ്ടല്ലേ? ഹിപ്പ് കൊണ്ട് പറഞ്ഞ മറ്റൊരു പേരെന്താ? ഫ്രണ്ടിലും റൈറ്റിലും, ലെഫ്റ്റിലും റൈറ്റിലും, ഫ്രണ്ട് അല്ല, ലെഫ്റ്റിലും റൈറ്റിലും 2 ഹിപ്പ് ഉള്ളത് വിളിക്കുക ഇനോമൽ ബോൺസ് അല്ലേ? ഇനോമൽ ബോൺസ് അല്ലേ? ലെഫ്റ്റും റൈറ്റും 2 ഹിപ്പ് ബോൺ ഉണ്ടെങ്കിൽ ഇനോമേറ്റ് അല്ലേ? ആണ്. ബാക്ക് ഭാഗത്ത് സാക്രം ഉണ്ട്, കോക്സിസും ഉണ്ട്. എത്ര ജോയിന്റ്സ് ആയി? ജോയിന്റ്സ് ആണോ ബോൺ ആണോ? അത് ജോയിന്റ്സ് ആണോ ബോൺ ആണോ? 2 ഇനോമയിലേക്ക് ഹിപ്പ് ബോണും ബോൺസ് 4 ബോൺസ് ഏതൊക്കെയാ? ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഇനോമേറ്റ് ബോൺസ് അല്ലെങ്കിൽ ഹിപ്പ് ബോൺസ് ഉണ്ട്. ബാക്ക് സൈഡിൽ സാക്രവും കോക്സും ഉണ്ട്. ചേർന്ന് എത്ര ബോൺസാ? 4 ബോൺസ്. ഇനി ജോയിന്റ്സ് ഏതൊക്കെയാ? ജോയിന്റ്സ് ഏതൊക്കെയാ? ജോയിന്റ്സ് എന്താ? 2 സാക്രോ ഇലിയാക് ജോയിന്റ്സ്, 2 സാക്രോ ഇലിയാക് ജോയിന്റ്സും 1 സാക്രോ കോക്സിയൽ ജോയിന്റ്സും 1 പ്യൂബിക് സിംബേഴ്സും. ഈ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെടുന്ന പറയുന്നു. ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി ഓരോ അരമണിക്കൂറും മറ്റേ ഉപ്പിട്ട് വെള്ളം പിടിക്കില്ലേ? ഉപ്പിട്ട് വെള്ളം പിടിക്കില്ലേ? ഞാൻ ഉപ്പ് വാരി ഇട്ടു കേട്ടോ. ഉപ്പ് എന്തെന്ന് അറിയുമോ? വാരി ഇട്ടു. പെട്ടെന്ന് പോട്ടെ, ശബ്ദം കിട്ടട്ടെ. ഉപ്പില്ലേ? എന്താണ്? കിട്ടിയ ഉപ്പെല്ലാം വാരി ഇട്ടു. എന്ത് കഴിച്ചാലും ഉപ്പായിരുന്നു ടേസ്റ്റ്. ഞാൻ വാരി ഇടും. അതിനെ ഗാർഗിൾ ചെയ്യുന്ന മാത്രം കുറച്ച് കുടിക്കുകയും ചെയ്യും. കുറച്ച് കുടിക്കും, കുറച്ചകത്ത് പോകും, അകത്തോട്ട് പോകും കേട്ടോ. അത് എന്തോ അങ്ങനെ ആയിപ്പോയി കേട്ടോ. അല്ല, മൊത്തം പിടിച്ച സൗണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടി. ഇത് രാവിലത്തെ ബാച്ചർ ക്ലാസ് ഇല്ല. രാവിലെ നീ കൊണ്ടായിരുന്നല്ലോ. രാവിലെ ബാച്ച് ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? രാവിലെ ഉണ്ടായിരുന്നു. ഉച്ചക്കില്ലായിരുന്നു കേട്ടോ, ഉച്ചക്കില്ലായിരുന്നു. രാവിലെ ക്ലാസ് ഉണ്ട്. രാവിലെ നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണത്. രാവിലെ എഴുന്നേറ്റും 9:30 ക്ലാസ്. ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേറ്റുകൊണ്ട് 9 ക്ലാസ്. എങ്ങനെയെങ്കിലും അവരെ പഠിപ്പിക്കണം. പഠിക്കാൻ തയ്യാറായി ഇരിക്കുകയാണോ? ചുമ്മാ എവിടെ? ചുമ്മാ അവിടെ പഠിക്കാൻ തയ്യാറായി ഇപ്പൊ പഠിച്ചു. കിട്ടിയ ഉടനെ പഠിക്കും. കിട്ടിയ ഉടനെ പഠിക്കുന്നത് ഉണ്ടായിരുന്നു ആരെങ്കിലും? അവരാണ് ചോദിച്ചത്, സാർ ഇന്നലത്തെ റെക്കോർഡിങ് എവിടെ? ഗ്രൂപ്പിൽ മെസ്സേജ് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ പഠിപ്പിച്ച റെക്കോർഡിങ് എവിടെ? ഞാൻ ഒരു മറുപടിയും കൊടുത്തില്ല. സാർ ഇന്നലെ വൈകുന്നേരം പഠിപ്പിച്ച റെക്കോർഡിങ് എവിടെ? ഇന്നലെ എന്തോ പഠിപ്പിച്ച റെക്കോർഡിങ് എവിടെ? ഇന്നലെ ഈവനിങ് പഠിപ്പിച്ചത് ഒന്നും മിണ്ടിയില്ല. പരിപാടിക്കകത്ത് കഴിഞ്ഞ ദിവസം FSH LH എല്ലാം പഠിച്ച് ഓർമ്മയുണ്ടോ? FSH LH ഇൻഹിബിൻ റിലാക്സിൻ ഈസ്ട്രോജൻ ഓർമ്മയുണ്ടോ? ഈസ്ട്രോജൻ ഗ്രാഫിൽ ഫോളിക്കിളിന്റെ കളർ എന്താണ്? മെൻസ്ട്രൽ പ്രീ മെൻസ്ട്രലിന്റെ എത്ര ടൈം പീരീഡ് ആണ്? അമിനോറി എന്താണ്? ആൻഡ് ഡിസ്മിനോറി എന്താണ്? സ്പാസ്മോഡിക് എന്താണ്? സെക്കൻഡറി എന്താണ്? മെനോറോജി എന്താണ്? പോളി എന്താണ്? മെനോസ്റ്റാക്സ് എന്താണ്? ഹൈപ്പോ എന്താണ്? മെട്രോജി എന്താണ്? മറന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോ കൺഫ്യൂഷൻ ആയില്ലേ? ആക്കും പഠിക്കാം കേട്ടോ. ഇടയ്ക്ക് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആയിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ എന്താണ്, നിങ്ങളുടെ BP തോന്നും കേട്ടോ. BP കൂട്ടി ഹൈ എത്തിക്കണം. കാരണം നിങ്ങൾ കാരണം എന്റെ BP കൂടിയിരിക്കും. നിങ്ങൾ എന്താണ് BP കൂട്ടണം?
വെറും ലോ ബി പി ആയിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ലോ ബി പി എനിക്കിപ്പോ 160, 100 പോകുന്നുണ്ട്. ഡിസംബർ വളരെ എന്താ ശാന്തമായിട്ട് സ്റ്റഡി അപ്പ് നൗ. അപ്പൊ ദ ബോൺസും കിട്ടിയല്ലോ, ജോയിൻസ് കിട്ടിയല്ലോ, 4 ബോൺസും 4 ജോയിൻസ് കിട്ടിയല്ലോ, 4 ബോൺസും 4 ജോയിൻസ് കിട്ടിയല്ലോ. ക്ലിയർ ആയാലോ? അത്രയും കാര്യം സിമ്പിളായി പഠിക്കുക. വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുന്ന ഭാഗം അത്. 4 ബോൺസും 4 ജോയിൻസും കിട്ടിയെങ്കിൽ ഞാൻ ഒന്ന് നോക്കാം എത്ര ടൈപ്സ് ഓഫ് പെൽവിസ് ഉണ്ട്. ഇവിടെയാണ് എപ്പോഴും കേരള PSC എക്സാം ചോദ്യം വരാറുള്ളത്. കേരള PSC എക്സാം ചോദ്യം വരുന്ന സ്ഥലം എപ്പോഴും ഇതാണ്, ശരിയല്ലേ? ഇവിടെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതും പ്രതീക്ഷിക്കാവുന്നതും ചോദിക്കാവുന്നതും നിങ്ങൾ കാണാറുള്ളതും നിങ്ങൾ എഴുതുന്നവരും എഴുതാത്തവർ നോക്കി വായിച്ചു വരുന്നവരും തിരിച്ചു വന്നിട്ട് അറിയാമല്ലോ എന്ന് കരുതുന്നവരും പിന്നെ ഇനി എക്സാം എഴുതാം എന്ന് കരുതുന്നവരും നിങ്ങളല്ലേ? ഇത്രയും നിങ്ങളുണ്ടോ? ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ആളിൽ നിങ്ങൾ ഉണ്ടല്ലോ. ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ഉണ്ട് ആൾക്കാർ. സോ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് എന്തിന്റെ ബേസിൽ നമ്മൾ എപ്പോഴും പെൽവിസിനെ ഡിവൈഡ് ചെയ്യുന്നത്. എപ്പോഴും എന്തിന്റെ ബേസിൽ എപ്പോഴും പെൽവിസിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുണ്ട്? എന്താണ് ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ഇല്ലറ്റ് അല്ലേ? ഇല്ലറ്റ് അല്ലേ? ഷേപ്പ് ഓഫ് ദ ബ്രിം ഇല്ലറ്റ് ഒന്നാണോ? ദ ബ്രിമ്മും ഇല്ലറ്റ് ഒന്നാണോ? യെസ് അല്ലേ? അല്ലേ? ദ ബ്രിമ്മും ഇല്ലറ്റ് ഒന്നല്ലേ? ദ ബ്രിം ഓർ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ എവിടത്തെ ഭാഗം? പെൽവിസിന് താഴത്തെ ഭാഗമാണ്, മുകൾ ഭാഗമാണ്? മലയാളം അറിയണം, അർത്ഥം മനസ്സിലാക്കണം. ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഇൻലെറ്റ് എന്ന് പറയുന്നത് പെൽവിസിന്റെ മുകൾ ഭാഗമല്ലേ? മുകൾ ഭാഗം ഇന്ദ്രശ്രീ, മുകൾ ഭാഗം, ബിലോ അല്ല. ഇൻലെറ്റ് എന്ന് പറഞ്ഞ എപ്പോഴും പെൽവിസിന്റെ മുകൾ ഭാഗം. അതിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ എപ്പോഴും പെൽവിസിനെ ടൈപ്സ് ഡിവൈഡ് ചെയ്യുന്നത്. ഇല്ലറ്റ് എന്ന് പറഞ്ഞ എപ്പോഴും പെൽവിസിന്റെ മുകൾ ഭാഗം. മലയാളം മുകൾ, ഏറ്റവും മുകൾ അല്ലെ? മുകൾ ഭാഗം, പെൽവിസിന്റെ മുകൾ ഭാഗം. ആർക്ക് പാട്ടോട് അറിയാടെ? ഇതിനകത്ത് എക്സാം ലാസ്റ്റ് ദിവസം എല്ലാവരും പാട്ട് പാടണം കേട്ടോ. ഒരു പാട്ട് കാണാൻ പഠിച്ചിരുന്നു കേട്ടോ. ലാസ്റ്റ് ദിവസം എല്ലാവരും, എന്റെ ക്ലാസ്സിന്റെ അവസാന ദിവസം എല്ലാവരും ഒരു പാട്ട് കാണാൻ പഠിച്ചിരുന്നു കേട്ടോ. ലൈവായിട്ട് എന്തെങ്കിലും പാടണം. പണ്ട് സ്കൂളും ചെയ്യാറില്ലേ, കോളേജ് ചെയ്യാറില്ലേ? പണ്ട് സ്കൂളിലും കോളേജ് ചെയ്യാറില്ലേ? ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? സ്കൂളിലും കോളേജ് ചെയ്യാറില്ലേ? പാട്ട് പാടുക, കലാപരിപാടികൾ അല്ലേ? കലാപരിപാടികൾ ശരിയല്ലേ? അത് വേണം. ഇനി ഇത് കായിക വിനോദം വേണോ? കായിക വിനോദം വേണോ? രാത്രി സമയത്ത് ക്യാമറയും പിടിച്ചുകൊണ്ട് ലൈവായിട്ട് ഓടുക, ഒന്നാമത്തെ വിനോദം. ഓടോ? വട്ടാണെന്ന് വിചാരിക്കും ഹസ്ബൻഡ് അച്ഛന് എക്സാമിൽ പിറ്റേ തലേദിവസം ഓടോ? നോക്കും അല്ലെ? വൈഫിന് വട്ടാണ്. പഠിച്ചു പൊളിച്ച് അവർക്ക് വട്ട കേട്ടോ. ഉണ്ട്, കായിക വിനോദം ഉണ്ട്, പാട്ടുപാടൽ മത്സരമുണ്ട്. ക്വസ്റ്റ്യൻ മത്സരം കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന പോവാണ്. നോക്കാം ഇവിടെ ചോദ്യം. എന്തിന്റെ ബേസിൽ നമ്മളെപ്പോഴും പെൽവിസിനെ ഡിവൈഡ് ചെയ്യുന്നത്? എന്തിന്റെ ബേസിൽ നമ്മളെപ്പോഴും പെൽവിസിനെ ഡിവൈഡ്? ഫസ്റ്റ് ഏതാണ്? ഇല്ലറ്റിന്റെ ബേസ് അല്ലേ? എന്തിന്റെ ബേസിൽ നമ്മളെപ്പോഴും പെൽവിസിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഇല്ലറ്റിന്റെ ബേസ് അല്ലേ? എന്തിന്റെ ബേസിൽ നമ്മളെപ്പോഴും പെൽവിസിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഇല്ലറ്റിന്റെ ബേസിലാണ്. ഇല്ലറ്റ് എന്ന് പറയുന്നത് എവിടത്തെ ഭാഗമാണ്? ഇത് മുകൾ ഭാഗമല്ലേ? പെൽവിസിന്റെ മുകൾ ഭാഗമല്ലേ? എബോവ് ഭാഗം അല്ലേ? സോ ഷേപ്പ് അനുസരിച്ച് പെൽവിസ് നമുക്ക് 4 ടൈപ്പ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഒളിസ് ഏതാ? ഗൈനക്കോഡ് പെൽവിസ്. ഫസ്റ്റ് ഒളിസ് ഏതാ? ഗൈനക്കോഡ് പെൽവിസ്. ഗൈനക്കോ ഇതിനകത്ത് ആരെങ്കിലും ഇത് തിയേറ്ററിൽ വെക്കുന്നുണ്ടോ? ഗൈനക്കോളജി എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും തിയേറ്ററിൽ വർക്കുന്നുണ്ടോ? തിയേറ്ററിനകത്ത് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ തിയേറ്ററിനകത്ത്? ഓപ്പറേഷൻ തിയേറ്റർ വർക്കുന്നുണ്ടോ? അവിടെ സുഖമല്ലേ?
ഡെലിവറിക്ക് കൊണ്ട് എന്താണ് നല്ല അടിപൊളി ഫുഡും ചായയും ഇവിടെ കിട്ടാറില്ലേ? എന്തെന്ന് അറിയാൻ അറിയില്ലേ? സർക്കാർ ഹോസ്പിറ്റൽ ഉണ്ടോ? ആർക്കറിയാം? അറിയില്ല. അറിയാമോ? ആരെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിൽ ഇത് ഡോക്ടറിന്റെ ഇത് ബാഗ് കൊണ്ടുവന്നോ? അവിടെ നല്ല വലിയ ബാഗ് കൊണ്ടുവന്നത്, നല്ല വലിയ ബാഗാണ് കൊണ്ടുവന്നത് സർക്കാർ ഹോസ്പിറ്റലിൽ. ഇന്ന് ഗൈനക്കോളജിസ്റ്റിന്റെ ബാഗ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സർക്കാർ ഹോസ്പിറ്റലിൽ ഇന്ന് ഗൈനക്കോളജിസ്റ്റിന്റെ ബാഗ് കണ്ടിട്ടുണ്ടോ? പക്ഷെ വലിയ ബാഗ് എന്തുകൊണ്ട്? കാരണം എന്താ? ആ പൈസ വാങ്ങിച്ച് ചുരുട്ടിയിട്ടുണ്ട്. അല്ലേ? ശരിയല്ലേ? പൈസ വാങ്ങിച്ച് കണ്ടിട്ടുണ്ടോ? സർക്കാർ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ബാഗ് ഇപ്പോൾ വലുതല്ലേ? പക്ഷെ സത്യമല്ലേ? സർക്കാർ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ബാഗ് ഇപ്പോൾ വലിയ ബാഗല്ലേ? ചെറിയ ബാഗ് കൊണ്ടുവരില്ല, അറിയാലോ. ചെറിയ ബാഗ് കൊണ്ടുവന്നാൽ തികയില്ല ഒരു ദിവസം. വലിയ ബാഗിൽ കൊണ്ടുവരുന്നത് അറിയില്ല. ഇപ്പൊ GP ആയില്ലേ? പണ്ട് ഒരു GP മുമ്പായിരുന്നു. ഇത് GP ഇപ്പൊ ആരെടുക്കും എന്നറിയാമോ? സ്റ്റേറ്റ്മെന്റ് അല്ലേ? GP ഇപ്പൊ ആരെടുക്കില്ല. സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? കേസിലല്ലേ? എല്ലാം പൈസ സെക്യൂരിറ്റി മുടക്കി. ശരിയല്ല? അറിയാൻ കാര്യം ആര് കണ്ടോണ്ടായിരിക്കും? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. വിജി കണ്ടല്ലോ. ഞാൻ ഒരു വർഷം എന്താണ് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷം എന്താണ് അവിടെ ഇങ്ങനെ കുട്ടി എടുക്കുക, ഡെലിവറി. ഓക്കെ, എന്താ ഗൈനക്കോഡ് എന്താ? നമ്മുടെ പോപ്പുലേഷനകത്തുള്ള ഫീമെയിൽസ് 50% എന്ത് പെൽവിസാ? നമ്മുടെ പോപ്പുലേഷനകത്തുള്ള 50% ഫീമെയിൽസ് എന്ത് പെൽവിസാ? ഗൈനക്കോഡല്ലേ? നമ്മുടെ പോപ്പുലേഷനകത്തുള്ള 50% ഫീമെയിൽസ് എപ്പോഴും ഗൈനക്കോഡ് പെൽവിസാണ്. ഗൈനക്കോഡല്ലേ? അല്ലേ? ഇതിന് വേറെ പേരുണ്ടോ? നമ്മളിതിനെ ട്രൂ പെൽവിസ് വിളിക്കാറുണ്ടോ? ട്രൂ ഫീമെയിൽ പെൽവിസ് വിളിക്കാറുണ്ടോ? ഗൈനക്കോഡ് പെൽവിസിനെ ട്രൂ പെൽവിസ് എന്ന് വിളിച്ചു. നോർമൽ ആണ് ട്രൂ വിളിക്കാറില്ലേ? നോർമൽ ആണ് ട്രൂ പെൽവിസ് എന്ന് വിളിക്കാറുണ്ട്. ചോദ്യം വരും, ട്രൂ പെൽവിസ് എന്ന് വിളിക്കുന്നത് ഏത് ടൈപ്പ് പെൽവിസിനെയാ? ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഏത് പെൽവിസാ? ട്രൂ പെൽവിസ് എന്ന് വിളിക്കുന്നത് ഏത് ടൈപ്പ് പെൽവിസിനെയാ? ഗൈനക്കോഡ് അല്ലേ? ഇവിടെ വീണ്ടും വരും. ഇതിനകത്തുള്ള നേരത്തെ പറഞ്ഞ ഇൻലെറ്റിന്റെ ഷേപ്പ് എന്താ? ട്രൂ പെൽവിസിനകത്ത് ഈ പറഞ്ഞ ഇൻലെറ്റിന്റെ ഷേപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം അല്ലേ? ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം ഷേപ്പ് എന്താ? റൗണ്ട് ഷേപ്പ് ആണ്. ഇതാണ് എക്സാമിന്റെ ചോദ്യം. ഷേപ്പ് ഓഫ് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം എന്താ? ഇതാണ് ചോദ്യം. ഷേപ്പ് ഓഫ് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? റെഡ് മാർക്ക് ചെയ്യുക. ചോദ്യം വരും. ഷേപ്പ് ഓഫ് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? എക്സാമിന് ചോദിക്കും. ഗൈനക്കോഡ് പെൽവിസ് എന്ന് പറയുമ്പോൾ ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? റൗണ്ട് ഷേപ്പ് അല്ലേ? റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗൈനക്കോഡ് പറയുന്നത്. ഈ പിക്ചർ നോക്കി, റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗൈനക്കോഡ് പറയുന്നത്. ഇത് റൗണ്ട് ആയതുകൊണ്ടല്ലേ? കാരണം എന്തായിരിക്കും? റൗണ്ട് വരുന്നില്ല, വരച്ചിട്ട് വരുന്നില്ല. അപ്പൊ റൗണ്ട് വിളിക്കാം, കളേഴ്സ് എന്ന് വിളിക്കാം, ഗൈനക്കോഡ് പെൽവിസ് വിളിക്കാം. ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയി? ഫസ്റ്റ് ടൈപ്പ് ഓഫ് പെൽവിസ് ക്ലിയർ? സിമ്പിളായി മനസ്സിലാക്കിയോ? ഏറ്റവും കൂടുതൽ ഫീമെയിൽ കാണുന്നുണ്ടല്ലേ? അല്ലേ? ഇത് ഗൈനക്കോഡ് എന്താ? ഏറ്റവും കൂടുതൽ ഫീമെയിൽ കാണുന്നുണ്ട്. ഫീമെയിൽ നമ്മുടെ പോപ്പുലേഷനകത്ത് ഫീമെയിൽ ഏറ്റവും കൂടുതലുണ്ട്. നോർമൽ അല്ലെങ്കിൽ ട്രൂ ഫീമെയിൽ പെൽവിസ് വിളിക്കാം. ഷേപ്പ് ഓഫ് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം എന്ന് പറയുന്നത് റൗണ്ട് ആണ്. മാത്രമല്ല, ഇറ്റ് ഈസ് എ മോസ്റ്റ് ഫേവറബിൾ പെൽവിസ് ഫോർ ചൈൽഡ് ബിയറിംഗ്. ചൈൽഡ് ബിയറിംഗ് ഏറ്റവും മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള പെൽവിസ് ഏതാ? ചൈൽഡ് ബിയറിംഗ് ഏതാണ്? ചൈൽഡ് ബിയറിംഗ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പെൽവിസ് ഏതാ? ഗൈനക്കോഡ് പെൽവിസ് അല്ലെ? ഗൈനക്കോഡ് പെൽവിസ് എപ്പോഴും ചൈൽഡ് ബിയറിംഗ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പെൽവിസ് ചോദിച്ചാൽ ഇസ് ഗൈനക്കോഡ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ. നൗ ദ സെക്കൻഡ് വൺ ഈസ്
ആന്ത്രോപോഡ്. ആന്ത്രോപോഡ് പെൽവിസ്. ആന്ത്രോപോഡ് ഏകദേശം എത്ര ശതമാനം ഫീമെയിൽസ് ഉണ്ട്? 25% ഫീമെയിൽസിൽ ആന്ത്രോപോഡ് ഉണ്ട്. ഏകദേശം 25%. അതും ചോദിക്കില്ല, ശതമാനം ചോദിക്കില്ല, പഠിക്കണ്ട. ശതമാനം ചോദിക്കില്ല, പഠിക്കണ്ട. ഷേപ്പ് ഓർമ്മിക്കുക കേട്ടോ. ഷേപ്പ് ഇല്ലേ, ഷേപ്പ് ഓർമ്മിക്കുക. ഇവിടെ ഇല്ല ഷേപ്പ് എന്താ? ശതമാനം പെർസെന്റ് എല്ലാം ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. ഇവിടെ ഇല്ല ഷേപ്പ് എന്താ? ആന്ത്രോപോഡ് പെൽവിസ് എന്ന് പറഞ്ഞു. ഒരു ബാക്കിലോട്ട് പോവാ. ആന്ത്രോപോഡ് പെൽവിസ് നോർമൽ ആണോ അബ്നോർമൽ ആണോ? ആദ്യം അതറിയണം. ആന്ത്രോപോഡ് പെൽവിസ് നോർമൽ ആണോ അബ്നോർമൽ ആണോ? സ്ട്രക്ചറലി അബ്നോർമൽ. 20% ഫീമെയിൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ സ്ട്രക്ചറലി അബ്നോർമൽ അല്ലേ? അബ്നോർമൽ പെൽവിസ് അല്ലേ? ആന്ത്രോപോഡ് എപ്പോഴും സ്ട്രക്ചറലി അബ്നോർമൽ പെൽവിസ് ആണ്. ഇവിടെ ദ ബ്രിം ഓർ ഇല്ല ഷേപ്പ് ദ ഓവൽ ഷേപ്പ് ആണ്. ഇവിടെ ആന്ത്രോപോഡിനകത്ത് ബ്രിമ്മിന്റെ ഓർ ദ ഇല്ലന്റെ ഷേപ്പ് എന്താ? ഓവൽ ഷേപ്പ് ആണ്. സോ ചോദ്യം വരും, ഓവൽ ഷേപ്പുള്ള പെൽവിസിനെ വിളിക്കുന്ന പേരെന്താ? ഓവൽ ഷേപ്പുള്ള പെൽവിസിനെ വിളിക്കുന്ന പേരെന്താ? ഓവൽ ഷേപ്പിലുള്ള പെൽവിസിനെ വിളിക്കുന്ന പേരെന്താ? ഏതാ ഓവൽ ഷേപ്പ്? ആന്ത്രോപോഡ് ആണോ ആൻഡ്രോയിഡ് ആണോ? തെറ്റിക്കരുത്. ആന്ത്രോപോഡ്. ആന്ത്രോപോഡ്. അവിടെ ഇരിക്കുമ്പോ ആൻഡ്രോയിഡ് എന്ന് ഓർമ്മിക്കരുത്. ആന്ത്രോപോഡ് മറക്കോ? എക്സാം കാണിരിക്കുമ്പോൾ ആൻഡ്രോയിഡ് എന്ന വാക്ക് അവിടെ ഓർമ്മ വരുത്. ആന്ത്രോപോയിഡിന് എപ്പോഴും ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. ആരാ റൗണ്ട് ഷേപ്പിൽ പെൽവിസ്? ആരാ? ഗൈനക്കോയിഡ്. റൗണ്ട് ഷേപ്പിൽ പെൽവിസ് ആരാ? ഗൈനക്കോയിഡ്. ഓവൽ ഷേപ്പിൽ പെൽവിസ് ആരാ? ആന്ത്രോപോയിഡ്. ലോങ് ഓവൽ ഷേപ്പ് ആണ്. പക്ഷെ എക്സാമിന് ഓവൽ വന്ന് ചോദിക്കുള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത് ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും ഉപകാരപ്പെടാം. ലോങ് ഓവൽ ഷേപ്പ് ഇല്ലേ, ലോങ് ആയിട്ടുള്ള ഓവൽ ഷേപ്പ് ആണ്. പക്ഷെ എക്സാമിന് എപ്പോഴും ഇത് ഓവലെ ചോദിക്കുള്ളൂ. അതെ, ഇത് നിങ്ങൾക്ക് ആർക്കും നല്ല പൊക്കമുള്ള അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും പൊക്കമുള്ള അറിയുന്നുണ്ടോ? ഹൈറ്റുള്ള അറിയുന്നുണ്ടോ? ഇതിനകത്ത് ഹൈറ്റുള്ള, നല്ല ഹൈറ്റുള്ള അറിയുന്നുണ്ടോ? നല്ല ഉണ്ടോ? അറിയിക്കും ദീപ്തിയുള്ള വേറെ അറിയുന്നുണ്ടോ? ആലോചിക്കാനല്ല കേട്ടോ, ചോദിക്കുകയാണ്. ആലോചിക്കാനല്ല, ചോദിക്കുക. പൊക്കം ആർക്കുണ്ട്? ആർക്കോട്ടൊരു പൊക്കം എപ്പോഴും ഇല്ലേ? ആന്ത്രോപോഡ് പെൽവിസ് പറഞ്ഞാൽ എന്തറിയാം? യൂഷ്വലി നല്ല പൊക്കമുള്ള ഫീമെയിൽസ് ഇല്ലേ, നല്ല പൊക്കമുള്ള ഫീമെയിൽസ് ഇല്ലേ, നല്ല പൊക്കമുള്ള ഫീമെയിൽസ് എപ്പോഴും ആന്ത്രോപോഡ് വരാം കേട്ടോ. നല്ല പൊക്കമുള്ള ഫീമെയിൽസ് ഇല്ലേ, നല്ല പൊക്കം ഉള്ള ഫീമെയിൽസ് എപ്പോഴും വരുന്ന പെൽവിസ് ഏതാ? നല്ല പൊക്കമുള്ള ഫീമെയിൽസ് വരുന്ന പെൽവിസ് ഏതാ? ആന്ത്രോപോഡ് അല്ലേ? നല്ല പൊക്കമുള്ള ഫീമെയിൽസിൽ വരുന്ന പെൽവിസ് ഏതാ? ആന്ത്രോപോഡ്. ആന്ത്രോപോഡ് മറക്കോ കാര്യം? സോ ദ ഷേപ്പ് ഓഫ് ബ്രിം അല്ലെങ്കിൽ ഇല്ലറ്റ് എപ്പോഴും ലോങ് ഓവൽ ഷേപ്പ് ആണ് അല്ലേ? ദ ബ്രിമ്മിന്റെയും ഇല്ലറ്റ് എപ്പോഴും ഓവൽ ഷേപ്പ് ആണ്. നല്ല പൊക്കമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പെൽവിസ് കാണാം. ഹൈറ്റ് ഉള്ള വുമൻസ് ആണെങ്കിൽ ആന്ത്രോപോഡ് പെൽവിസ് കാണാം. അതേസമയം ഗൈനക്കോഡ് പെൽവിസ് ആരിൽ കാണാം? പൊക്കമുള്ള ആളാണോ ഓർ ഷോർട്ട് സ്റ്റേച്ചർ ആണോ, അത് നോർമൽ ആണോ? നോർമൽ ഹൈറ്റ് ഉള്ള ആൾക്കാണ് പെൽവിസ് ഏതാ? നോർമൽ ഹൈറ്റ് ഉള്ള ആളിലതാ ആരാ? ഗൈനക്കോഡ് അല്ലേ? മറക്കരുതേ, നോർമൽ ഹൈറ്റ് ഉള്ള ആൾക്കാർ കാണുന്നത് ഗൈനക്കോഡും, പൊക്കമുള്ള ആളാണെങ്കിൽ ആന്ത്രോപോഡും. ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. ഇവിടെ ഷേപ്പ് ഓർമ്മിക്കുക. റൗണ്ട് ഷേപ്പ് ആർക്കാ? റൗണ്ട് ഷേപ്പിൽ പെൽവിസ് ആരാ? ഗൈനക്കോഡ്. ഓവൽ ഷേപ്പ് ആരാ? ആന്ത്രോപോഡ്. ഇല്ലർ ഷേപ്പ് ആണ്, ഇല്ലർ ഷേപ്പ് ആണ്. ഇതിനകത്ത് വീണ്ടും ചോദ്യമുണ്ട്. ചൈൽഡ് ബിയറിംഗ് ഏറ്റവും ഫേവറബിൾ ആരാ? റൗണ്ട് വരുന്ന ഗൈനക്കോഡാണോ? റൗണ്ട് വരുന്ന ഗൈനക്കോഡ് അല്ലേ? ഇവിടെ എത്തുമ്പോൾ ആന്ത്രോപോഡിൽ സാധ്യത കുറവില്ല. കാരണം എന്താ? ഇത് പിബിക് ഇല്ലേ, നാരോ ഇല്ലേ? ഇത് പിബിക്ക് എത്തുമ്പോൾ പിബിക് ആർച്ച് എപ്പോഴും ഇവിടെ നാരോ ആയത് കൊണ്ട് തന്നെ ഇവിടെ അത്ര പോസിബിൾ അല്ല. കാരണം എന്താ? ഇത് പിബിക് ഇല്ലേ,
കുറച്ച് നാരോ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആന്ത്രോപോൾ അധികം പോസിബിൾ അല്ല. നെക്സ്റ്റ് ടൈപ്പ് ഏതാ? The third is android. Android അല്ലെങ്കിൽ the masculine pelvis. Android അല്ലെങ്കിൽ masculine pelvis 20% ഫീമെയിൽസിൽ കാണും. ഇവിടെയും ചോദ്യം ഇല്ലറ്റ് അല്ലെങ്കിൽ the brimന്റെ ഷേപ്പ് എന്താ? അവിടെ ചോദ്യമുണ്ട്. ഇല്ലറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കും. എന്താണ് ഇല്ലറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ്? എല്ലാ എക്സാമിനും ചോദിക്കും. ഹാർട്ട് ഷേപ്പിലെ ആംഗുലേറ്റ് വിളിക്കും കേട്ടോ. ഹാർട്ട് അല്ലെങ്കിൽ ആംഗുലേറ്റ്, ജസ്റ്റ് ഓർമ്മിച്ചാൽ മതി. ഹാർട്ട് അല്ലെങ്കിൽ ആംഗുലേറ്റ്, അതേ ഷേപ്പ് തന്നെയാണ്. ഹാർട്ട് അല്ലെങ്കിൽ ആംഗുലേറ്റ് ഷേപ്പ് വിളിക്കാം. അത് കാര്യങ്ങൾ ഓർമ്മിക്കും, കാരണം നിങ്ങൾ ആ വാക്ക് മിസ്സാവും അല്ലെ. ഇവിടെ ഇല്ലറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന് ഷേപ്പ് വെച്ച് ഹാർട്ട് അല്ലെങ്കിൽ ആംഗുലേറ്റ് മറക്കരുത്. രണ്ടും ഒന്ന് തന്നെയാണ്, മറക്കരുത്. മറക്കോ? ഹാർട്ട് ഓർമ്മിച്ചാൽ മതി, പക്ഷെ ജസ്റ്റ് ഒന്ന് ആംഗിൾ ഓർമ്മിക്കുക. ആരിലേക്കാണ് പെൽവിസ്? ആൻഡ്രോ അല്ലെങ്കിൽ മസ്കുലിൻ പെൽവിസ് ആരിലേക്കാണ്? ആംഗുലിൻ ആരിലേക്കാണ്? മെയിലാണോ? റിസംബിൾസ് ദ പെൽവിക് ഔട്ട്ലെറ്റ് ഓഫ് മെയിൽസ് ആണോ? മെയിൽസിന്റെ പെൽവിക് ഔട്ട്ലെറ്റിനെ റിസംബിൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെൽവിസ് അതാ. മെയിൽസിലുള്ള പെൽവിസിനെ റിസംബിൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പെൽവിസ് അതാ ആൻഡ്രോ അല്ലെങ്കിൽ മസ്കുലിൻ പെൽവിസ്. അല്ലേ? ഇനി ഇത് നിങ്ങൾ ആരെങ്കിലും പൊക്കം കുറവായിരിക്കുന്നുണ്ടോ? പൊക്കം കുറവുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാം പറഞ്ഞല്ലോ. പൊക്കം കുറവായിരിക്കുന്നുണ്ടോ? പൊക്കം ഉണ്ടോ? അവർക്കാണ് ഏതാ? ആൻഡ്രോയിഡ്. പൊക്കം കുറവുള്ള ആൾക്കാരിലും നല്ല ഹെവി ബിൽഡ് ബോഡിയുള്ള ആൾക്കാർക്ക് എന്ത് കാണാം? ആൻഡ്രോയിഡ്. പൊക്കം കുറവുള്ള ആൾക്കാർ നല്ല എന്താണ് ഹെവി ബിൽഡ് ബോഡിയുള്ള ആൾക്കാർ എന്ത് കാണാം? ആൻഡ്രോയിഡ്. പൊക്കം കൂടിയ ആര് കാണും? പൊക്കം കൂടിയ ആൾക്കാർ ആര് കാണും? ആന്ത്രോപോഡ്. ഇനി ഹാർട്ട് ഷേപ്പുള്ള ആരാ? ഹാർട്ട് ഷേപ്പുള്ള ബ്രിമ്മുള്ള ആരാ? ഹാർട്ട് ഷേപ്പുള്ള ഇല്ലറ്റുള്ള ആരാ? ആൻഡ്രോ. റൗണ്ട് ഷേപ്പുള്ള ഇല്ലറ്റ് ആരാ? ഗൈനക്കോഡ്. ആൻഡ് ഓവൽ ഷേപ്പ് ഇല്ലറ്റ് ആരാ? ആന്ത്രോപോയിഡ്. ആൻഡ് ചൈൽഡ് ബീൻ ഏറ്റവും ഫേവറബിൾ ആരാ? ആന്ത്രോപോയിഡ്. ക്ലിയർ ആയോ? സിമ്പിൾ ആയി പഠിച്ചുകൂടി ഇതൊക്കെ. പഠിച്ചൂടെ? പൊക്കം കുറവുണ്ടോ? പൊക്കം കൂടുതലുണ്ടോ? പൊക്കം കുറവാണോ? ഇത് വജൈൽ ഡെലിവറിക്ക് പോസിബിൾ ആണോ? ആൻഡ്രോ അല്ലെങ്കിൽ മസ്കുലിൻ പെൽവിസ് വജൈൽ ഡെലിവറിക്ക് പോസിബിൾ ആണോ? ഇല്ല, പോസിബിൾ അല്ല. ഈ പെൽവിസ് ഉള്ള ആൾക്കാർ ഒരിക്കലും വജൈൽ ഡെലിവറി ഒരിക്കലും പോസിബിൾ അല്ല. നോട്ട് ഫേവറബിൾ ഫോർ ലേബർ ആൻഡ് വജൈൽ ബർത്ത്. 3 ടൈപ്പും കിട്ടി. ഫോർത്ത് ഈസ് ദ പ്ലാറ്റിപ്പെല്ലോസ്. 5% ഫീമെയിൽസ് കാണും ദ പ്ലാറ്റിപ്പെല്ലോ. എന്തായിരിക്കും പ്ലാറ്റിപ്പെല്ലോ? ചോദിക്കട്ടെ. ആൻഡ്രോയിഡ് പെൽവിസിൽ ഓർ ദ മസ്കുലിനകത്ത് എന്തുകൊണ്ടാ വജൈനൽ ബർത്ത് പോസിബിൾ അല്ലാത്തെ? അറിയണമല്ലോ, അറിയണമല്ലോ. എന്താണ് പോസിബിൾ അല്ലാത്തെ? വജൈന വഴി കുട്ടി വരാൻ പറ്റ കാരണം എന്താ? ദ പെൽവിക് ഔട്ട്ലെറ്റ് നാരോ ആയതുകൊണ്ടാണോ? ദ പെൽവിക് ഔട്ട്ലെറ്റ് നാരോ ചെറുതായതുകൊണ്ടാണോ? പെൽവിക് ഔട്ട്ലെറ്റ് നാരോ അല്ലേ? അവിടെ പെൽവിക് ഔട്ട്ലെറ്റ് നാരോ ഇല്ലേ? അത് ഒരിക്കലും വജൈനൽ ഡെലിവറി ഒട്ടും ഫേവറബിൾ അല്ല. മറക്കരുത്, അറിഞ്ഞാൽ മാത്രം മതി. നെക്സ്റ്റ് ഇസ് പ്ലാറ്റിപ്പെല്ലോ. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നുകൂടെ ഇതുണ്ട്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് ഒന്നുകൂടെയാണ്. കണ്ടു കാണാം. ഇവിടത്തെ ദ പെൽവിക് ഇൻലെറ്റ് അല്ലെങ്കിൽ ദ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? ഇവിടത്തെ ദ പെൽവിക് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? ഇവിടത്തെ പെൽവിക് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? കിഡ്നി ഷേപ്പ് അല്ലേ? പ്ലാറ്റിപ്പെല്ലോനകത്ത് വരുമ്പോൾ എക്സാമിന് ചോദ്യം വരുന്നത് ഇവിടത്തെ പെൽവിക് ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിമ്മിന്റെ ഷേപ്പ് എന്താ? ഇറ്റ് ഈസ് ദ കിഡ്നി ഷേപ്പ് അല്ലേ? കിഡ്നി അല്ലേ?
യെസ്, ക്ലിയർ? കാരണം എന്താണ്? കാരണം എന്താ? നമ്മൾ ഈ പറഞ്ഞ എന്താണ് ആൻഡിൽ പോസ്റ്റ് ഡയമീറ്റർ നോക്കുമ്പോഴേ, ആൻഡിൽ പോസ്റ്റ് ഡയമീറ്റർ നോക്കുക എപ്പോഴും സാക്കൽ കിലോമീറ്ററിന് കുറച്ച് അകത്തേക്കാണ് വരുന്നത്. സാക്രത്തിന് കുറച്ച് അകത്തേക്കാണ് ഈ പെൽവിസ് വരുന്നത്. പിന്നെ ആൻഡിൽ പോസ്റ്റ് ഡയമീറ്റർ നോക്കുമ്പോൾ സാക്രത്തിന് കുറച്ച് അകത്തേക്ക് തള്ളിയിരിക്കുന്നതാണിത്. ശരിയല്ലേ? അകത്തേക്ക് കുറച്ച് തള്ളിയിരിക്കുന്നതല്ലേ? ഇത് ലേബർ ഫേവറബിൾ ആണ്. ലേബർ ഒരിക്കലും ഫേവറബിൾ അല്ല, ഷോർട്ടാണ്. കാരണം ആൻഡിൽ പോസ്റ്റ് ഡയമീറ്റർ ഇവിടെ ഷോർട്ട് ആയത് കൊണ്ട് തന്നെ ലേബറിന് പോസിബിൾ അല്ല. നോട്ട് ഫേവർ ഫോർ ലേബർ. ലേബറിന് ഒട്ടും ഫേവർ അല്ലാത്ത പെൽവിസ് ഏതാ? ഫ്ലാറ്റ് ടിപ്പ് പെൽവിസ്. ലേബറിന് ഒട്ടും ഫേവർ അല്ല, ഇഷ്ടമല്ല. വരണ്ട ഇതുവഴി ആരും കടന്നു വരണ്ട. ഫേവറബിൾ അല്ലേ? സോ ദ ടൈപ്സ് ഓഫ് പെൽവിസ് ക്ലിയർ ആയി. സിമ്പിളായി പഠിച്ചോ. റൗണ്ട് ഷേപ്പ് ആരാ? ഓവൽ ഷേപ്പ് ആരാ? കിഡ്നി ഷേപ്പ് ആരാ? വേറെ ഷേപ്പ് ഉണ്ട്. ഓവലും കിഡ്നിയും റൗണ്ട് ഷേപ്പ് ഉണ്ട്. ഓവലും കിഡ്നിയും റൗണ്ട് കഴിഞ്ഞതുണ്ട്. ഓവൽ പറഞ്ഞു, കിഡ്നി പറഞ്ഞു. അതല്ലേ ഓവൽ ഷേപ്പ് ആരാ? കിഡ്നി ഷേപ്പ് ആരാ? റൗണ്ട് ഷേപ്പ് ആരാ? എല്ലാം ചോദ്യം ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് എക്സാമിൽ ചോദ്യം വരുന്ന ഭാഗം കിട്ടിയോ? നമ്മൾ ദ ടൈപ്സ് ഓഫ് പെൽവിസ് പഠിച്ചു. നെക്സ്റ്റ് എക്സാമിൽ ഇവിടെ നിന്ന് ചോദ്യം വരുന്ന അടുത്ത ഭാഗമാണ് ദ ഡിവിഷൻ ഓഫ് പെൽവിസ്. നെക്സ്റ്റ് അടുത്ത ഇത്രയും ചോദിച്ചില്ലെങ്കിൽ ഇത് ചോദിക്കാം. ദ ടൈപ്സ് ചോദിച്ചില്ലെങ്കിൽ ഇത് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് കിട്ടുക എഴുതരുത്. ദ ഡിവിഷൻ ഓഫ് പെൽവിസ്. എത്ര ഡിവിഷൻ ഉണ്ട്? അനാട്ടമി ആയിട്ട് അനുസരിച്ച് അനാട്ടമിക്കൽ എപ്പോഴും പെൽവിസ് എത്ര ഡിവിഷൻ ഉണ്ട്? 2 ഡിവിഷൻ ഉണ്ട്. അനാട്ടമിക്കൽ എപ്പോഴും പെൽവിസ് നമുക്ക് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാ? ഫാൾസ് അല്ലെങ്കിൽ ദ പെൽവിസ് മേജർ അല്ലെങ്കിൽ ഗ്രേറ്റർ പെൽവിസ് അല്ലെ? ഫാൾസ് പെൽവിസ് അല്ലെങ്കിൽ പെൽവിസ് മേജർ അല്ലെങ്കിൽ ഗ്രേറ്റർ പെൽവിസ് എന്ന ഒരു ടൈപ്പ് അല്ലെ? അനാട്ടമിക്കലായിട്ട് പെൽവിസ് നമുക്ക് എപ്പോഴും ഫസ്റ്റ് ടൈപ്പ് ആയിട്ട് ഫാൾസ് പെൽവിസ് അല്ലെങ്കിൽ ദ ഗ്രേറ്റർ പെൽവിസ് അല്ലെങ്കിൽ ദ പെൽവിസ് മേജർ എന്ന ഫസ്റ്റ് കാറ്റഗറി ഡിവൈഡ് ചെയ്യും. എന്തായിരിക്കും ഇത്? ഫാൾസ് പെൽവിസ് എന്താ? ആ പേര് തന്നെ ഉണ്ട്. കാണുന്നുണ്ടോ? പിക്ചർ നോക്കിയാൽ മതി. ആദ്യം പിക്ചർ മനസ്സിൽ വെക്കുക. വലിയ കാര്യമൊന്നുമില്ല. എന്തോ വലിയ കാര്യം എടുത്തല്ലേ? എന്തോ വലിയൊരു സംഭവമാണ്. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും സാർ. വലിയ കാര്യമില്ല. എന്ത് പഠിച്ചാലൊന്നുമില്ല. ഇനി അടുത്ത എപ്പോ കിട്ടും? സമയം 6 മണിക്ക് പോയി. അടുത്ത എപ്പോ വെക്കാം? 6 മണി. അടുത്ത എപ്പോ 6 മണി വെക്കാം? ഇന്നലെ തൊണ്ട പൊട്ടി. 6 മണി വേണ്ട, 8 മണി മതിയോ? 6 മണി വേണ്ട, 8 മണി മതിയല്ലോ. ഇന്നലെ തൊണ്ട പൊട്ടി അങ്ങ് പോയി. രാത്രി ഉറങ്ങുമ്പോഴും ഇത് ഉമിഞ്ഞിറക്കുമ്പോഴേ എന്തോ തട്ടുന്നു. എന്താ തട്ടുന്നത്? എന്താ? രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉമിഞ്ഞിറക്കുമ്പോഴും എന്തോ ഒന്ന് തട്ടുന്നു. എന്തായിരിക്കും അത്? വാക്കകത്ത് തൊണ്ടയിൽ എന്താ തട്ടുന്നത്? എന്തായിരിക്കും? ആനയോ? ടോൺസ്. അത് പറയില്ല. ചേട്ടൻ ചരിയുമ്പോ എന്തോ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് ചരിയുമ്പോൾ എന്തോ ഇവിടെ തട്ടുന്നു. വെള്ളം കുടിച്ച് അയ്യോ വകയായി. ശേഷം രാവിലെ പഠിച്ചു. രാവിലെ പഠിപ്പിച്ചില്ലെങ്കിലേ നിങ്ങൾ എന്താവെന്ന് കരുതി. സോ ക്ലിയർ ആയല്ലോ? സിമ്പിൾ കാര്യമാണ്. ഫാൾസ് പെൽവിസ് എന്താ? മലയാളത്തിൽ പഠിക്കുക. ഫാൾസ് പെൽവിസ് പറഞ്ഞാൽ ഈ പിക്ചർ വയ്ക്കുക. ഈ പിക്ചർ ശ്രദ്ധിച്ച് നോക്കി. പിക്ചർ നോക്കി. എന്നെ നോക്കണ്ട, ഈ സുന്ദരമോ നോക്കണ്ട. ആ പിക്ചർ നോക്കി. ദ പെൽവിക് ബ്രിമിന്റെ മുകളിൽ വരുന്ന ഭാഗമാണോ? ദ പെൽവിക് ബ്രിമിന്റെ മുകളിൽ വരുന്ന ഭാഗമാണോ ദ ഗ്രേറ്റർ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുന്നത്? ദ പെൽവിക് ബ്രിമിന്റെ ആ പടം കാണാം, അതിന്റെ ബ്രിം കാണാം, ആ റൗണ്ട് മാർക്ക് ചെയ്യുന്നത് കാണാം. ആ റൗണ്ട് സർക്കിളിന്റെ മുകളിൽ വരുന്ന ഭാഗമാണോ? ആ റൗണ്ട് സർക്കിളിന് പെൽവിക് ബ്രിമിന്റെ മുകളിൽ വരുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താ? ഗ്രേറ്റർ പെൽവിസ് അല്ലെങ്കിൽ
ഫാൾസ് പെൽവിസ് അല്ലേ? ഇങ്ങനെ തന്നെ പഠിക്കുക. പെൽവിക് ബ്രിമ്മിന്റെ തൊട്ട് മുഖത്ത് പറഞ്ഞ പേരെന്താ? ഫാൾസ് പെൽവിസ് വിളിച്ചൂടെ? അല്ലെങ്കിൽ ഗ്രേറ്റർ പെൽവിസ് വിളിച്ചൂടെ? എബോ ദ ബ്രിം ആണോ? എബോ ദ ബ്രിം വരുന്നത് പെൽവിക് ക്യാവിറ്റിയുടെ എബോ ദ ബ്രിം അല്ലേ വരുന്നത്? പെൽവിക് ബ്രിമ്മിന്റെ മുകളിൽ വരുന്ന പോർഷനെ പറയുന്ന പേരെന്താ അപ്പോ? പെൽവിക് ബ്രിമ്മിന്റെ തൊട്ട് മുകളിൽ വരുന്ന പോർഷനെ പറയുന്ന പേരെന്താ അപ്പോ? ഫാൾസ് പെൽവിസ് അല്ലെങ്കിൽ പെൽവിസ് മേജർ അല്ലെങ്കിൽ ഗ്രേറ്റർ പെൽവിസ്. ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ പെൽവിക് ബ്രിമ്മിന്റെ തൊട്ട് മുകളിൽ വരുന്ന ഭാഗത്തെ പറയുന്ന പേരെന്താ? ഫാൾസ്, മേജർ, ഗ്രേറ്റർ അല്ലെ? ഫാൾസ് എന്നും ഗ്രേറ്റർ എന്നും മേജർ എന്നും വിളിക്കാം. ഫസ്റ്റ് ആയി കിട്ടിയുടെ കിട്ടിയോടെ പറഞ്ഞു 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 കിട്ടിയോടെ. ഫങ്ഷൻ എന്താ? ഫങ്ഷൻ എന്താ? ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോ ഈ പറഞ്ഞ യൂട്രസ് വലുതേ വരും. ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ യൂട്രസ് വലുതേ വരും. വരോ? ചോദിക്കട്ടെ, സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിൽ കുഞ്ഞ് ആദ്യം ഇത് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. കുഞ്ഞ് ഡെവലപ്പ് ചെയ്തല്ലേ ഉള്ളൂ അല്ലേ? വരോ? ആ സമയത്ത് സെക്കൻഡ് ട്രൈമസ്റ്റർ എത്തുമ്പോൾ എന്ത് ചെയ്യും? യൂട്രസ് വളരില്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോ കുഞ്ഞ് വളരില്ലേ? വളരില്ലേ? അവന്റെ വെയിറ്റ് കൂടില്ലേ? അവന്റെയോ അവളുടെയോ വെയിറ്റ് കൂടില്ലേ? വെയിറ്റ് ഇല്ലേ? വെയിറ്റ് കൂടുമ്പോൾ വെയിറ്റ് സപ്പോർട്ട് കൊടുക്കുന്ന പെൽവിസ് ഏതാ? കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്തോറും കുഞ്ഞിന് വെയിറ്റ് സപ്പോർട്ട് കൊടുക്കുന്ന പെൽവിസ് ഏതാ? ആരാ? ഇത് ഗ്രേറ്റർ ആണോ ലെസർ ആണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്തോറും കുഞ്ഞിന് സപ്പോർട്ട് കൊടുക്കുന്ന പെൽവിസ് ഏതാ? ഫാൾസ് അല്ലേ? ഫാൾസ് അല്ലേ? പക്ഷെ എക്സാം പഠിക്കാതെ പോകുന്നവർ ഫാൾസ് കേൾക്കുമ്പോൾ എഴുതില്ല. ശരിയല്ലേ? എക്സാം പഠിക്കാതെ പോകുന്ന ആൾക്കാർ ഫാൾസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ എഴുതാവില്ലല്ലോ, എഴുതില്ലല്ലോ. ശരിയല്ലേ? ഇത് പഠിക്കാതെ പോകുന്ന ഒരാളാണെങ്കിൽ ഫാൾസ് എന്ന് കേൾക്കുമ്പോൾ തെറ്റാണത്, തെറ്റായിരിക്കും. എന്ത് ചോദ്യമല്ലേ? ഫാൾസ് ആകില്ല, ട്രൂ ആയിരിക്കും അല്ലേ? എപ്പോഴും ട്രൂ ആണ് ശരി അല്ലേ? ട്രൂ ആയിരിക്കും ശരി. അത് ഞാൻ ട്രൂ എഴുതുള്ളൂ എന്ന് പറഞ്ഞ് തെറ്റിച്ചിട്ട് വന്ന ആരാ? സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിയുമ്പോൾ കുഞ്ഞിനെ ബെയർ ചെയ്യുന്നവരാ? ഫാൾസ് ആണോ ട്രൂ ആണോ? കുഞ്ഞിന്റെ വെയിറ്റ് വരുന്നവരാ? ഫാൾസ്, 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 ഫാൾസ്. ക്ലിയർ ആയല്ലോ? ഫാൾസ് ക്ലിയർ ആയി. ഒരു പിക്ചർ വെച്ചാൽ ഫാൾസ് ക്ലിയർ ആയല്ലോ. നോട്ടൊക്കെ അവനെ വായിച്ചത് കേട്ടോ. ഫാൾസ് ക്ലിയർ ആയി. നെക്സ്റ്റ് ഇസ് ദ ട്രൂ പെൽവിസ്. നെക്സ്റ്റ് ഇസ് ദ ട്രൂ പെൽവിസിന്റെ മറ്റൊരു പേരെന്താ? ട്രൂ പെൽവിസിന്റെ മറ്റൊരു പേരെന്താ? ഗ്രേറ്റർ ആണോ ലെസർ ആണോ? ലെസർ പെൽവിസ്. ദ ട്രൂ പെൽവിസിന്റെ മറ്റൊരു പേരെന്താ? ലെസർ പെൽവിസ്. ലെസർ എന്ന് പറയുമ്പോൾ എവിടെ വരും? താഴെയാണ്. എന്തിന് താഴെ? ഏതിന് താഴെ? പെൽവിക് ബ്രിമ്മിന്റെ താഴെയാണോ? പെൽവിക് ക്യാവിറ്റിയുടെ ബിലയാണോ? പെൽവിക് ക്യാവിറ്റി താഴെയായിട്ട് പെൽവിക് ബ്രിമ്മിന്റെ താഴെയാണോ? നമുക്ക് ലൈൻ പറയാം അവിടെ. പെൽവിക് ബ്രിം അല്ലെങ്കിൽ താഴെ എന്ന് പറയുമ്പോൾ ലൈൻ പറയാം. ഇലിയോപെക്ടർ ലൈൻ ആണോ അവിടെ? ഇലിയോപെക്ടർ ലൈൻ ആണോ? ആണോ? അത് എന്തുമായുള്ള ലൈനാ? എന്തുമായുള്ള ലൈനാ? ഇലിയും ദ പ്യൂബിക് ബോണും ചേർന്ന് വരുന്ന ബൗണ്ടറി ആണോ? ഇലിയോപെക്ടർ ലൈൻ എന്ന് പറയുമ്പോൾ ഇലിയും ദ പ്യൂബിക് ബോണും ചേർന്ന് വരുന്ന ലൈൻ ആണോ? യെസ് അല്ലേ? ഇലിയും ദ പ്യൂബിക് ബോണും ചേർന്ന ഒരു ലൈൻ അല്ലേ? ഇലിയോ പ്യൂബിക് ബോണും തമ്മിൽ ചേർന്ന ഒരു ലൈൻ ഇലിയോപെക്ടർ ലൈൻ അല്ലേ? അതിന് താഴെയോ പെൽവിക് ബ്രിമ്മിന് താഴെയോ വരുന്ന ക്യാവിറ്റിയെ പറയുന്ന പേരെന്താ? ദ ട്രൂ പെൽവിസ് അല്ലേ? ദ പെൽവിക് ബ്രിമ്മിന് താഴെയോ അതോ ഇലിയോപെക്ടർ ലൈൻ ഇലിയോ വേറെ പ്യൂബിക് ബോൺ ചേർന്നതല്ലേ? അതിന് താഴെ വന്നാലും ദ ട്രൂ പെൽവിസ് അല്ലേ? ട്രൂ പെൽവിസ് അല്ലേ? 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 ഇവിടെ കുട്ടി വരാവോ? ഇവിടെ കുട്ടി വരുമോ? ഫീറ്റിൽ ഇത് ഡിസെൻഡ് ചെയ്ത് വരുമ്പോൾ സക്സസ്ഫുൾ ആകാൻ പറ്റുമോ? ഇതുവഴി ഫീറ്റിൽ ദ ഡിസെൻഡ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ട്രൂ പെൽവിസിന്റെ എന്ത് വേണം?
ഇത് ഡയമെൻഷൻ ഡിപ്പെൻഡ് ഉള്ളത്. എപ്പോഴും ഈ പറഞ്ഞ ഫീറ്റൽ ഡിസെന്റ് സക്സസ്ഫുൾ ആവണം. എപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ട്രൂ പെൽവിസിന്റെ എല്ലാ ഡയമെൻഷൻസും ഡിപ്പെൻഡ് ചെയ്യാറുണ്ടോ? അത് നമ്മൾ നോക്കിയല്ലേ ഇന്ന് ഡെലിവറി വജൈന വഴി വേണോ സി സെക്ഷൻ വേണോ തീരുമാനിക്കുന്നത്. പെൽവിസിന്റെ ഇത് ഡയമീറ്റേഴ്സ് നോക്കിയ ശേഷമല്ലേ വജൈ ഡെലിവറി ആണോ സിസേറിയൻ വേണോ എന്ന് നമ്മൾ ശരിക്കും തീരുമാനിക്കുന്നത്. ശരിയല്ലേ? പെൽവിസിന്റെ ഡയമീറ്റേഴ്സ് ചെക്ക് ചെയ്ത ശേഷമല്ലേ വജൈന വഴി കുഞ്ഞ് പുറത്തോട്ട് വരണോ സിസേറിയൻ ചെയ്യണോ എന്ന് എക്സാക്ട് ആയിട്ട് തീരുമാനിക്കുന്നത്. അറിയാമല്ലോ, അറിഞ്ഞുകൂടെ പഠിക്കുക. പെൽവിസിന്റെ ഈ ഡയമീറ്റർ ചെക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ എപ്പോഴും വജൈന വഴി വേണോ സി സെക്ഷൻ വഴി കുഞ്ഞ് പറഞ്ഞോ എന്ന് ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് തീരുമാനിക്കുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈസിയാണോ പഠിക്കാൻ? ഈസിയാണോ പഠിക്കാൻ? ഞാൻ ഇംഗ്ലീഷ് വായിച്ച് ഈസി ആയിരിക്കും. ഇംഗ്ലീഷിൽ മാത്രം വായിച്ച് ഈസി ആയിരിക്കും? ഇല്ല. മലയാളം ഈസി. മലയാളം കാര്യം മനസ്സിലായി പഠിക്കും. സോ ഈ ട്രൂ പെൽവിസ് നമുക്ക് 3 കാറ്റഗറി വഴി ട്രൂ പെൽവിസിനകത്ത് 3 ഡിവൈഡ് പറ്റും. പാർട്സ് ഏതൊക്കെയാണ്? ട്രൂ പെൽവിസിന് 3 ഡിവൈഡ് വരും. ഏതൊക്കെയാ? ഇല്ലറ്റ് ഉണ്ടോ? ട്രൂ പെൽവിസിന് നമുക്ക് എപ്പോഴും 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇല്ലറ്റ് എന്നും ക്യാവിറ്റി എന്നും ഔട്ട്ലെറ്റും അല്ലേ? ട്രൂ പെൽവിസ് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻലെറ്റ് എന്നും ക്യാവിറ്റി എന്നും ഔട്ട്ലെറ്റ് അല്ലേ? ഇൻലെറ്റ് മറ്റൊരു പേരെന്താ? ബ്രിം അല്ലേ? നേരത്തെ പറഞ്ഞ പേരെന്താ? ഇൻലെറ്റ് ഈസ് അതർവൈസ് നോട്ട് ബ്രിം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബ്രിം അല്ലേ? നമ്മളെപ്പോഴും ഇത് ട്രൂ പെൽവിസിന് ബ്രിമിനെ പറഞ്ഞ പേരെന്താ? ട്രൂ പെൽവിസിന്റെ ബ്രിമിനെ പറഞ്ഞ പേരെന്താ? ഇല്ലറ്റ് അല്ലേ? ട്രൂ പെൽവിസിന്റെ ഇല്ലറ്റിനെ പറഞ്ഞ പേരെന്താ? ബ്രിം എന്നല്ലേ? ട്രൂ പെൽവിസിന്റെ ഇല്ലറ്റിനെ പറഞ്ഞ പേരെന്താ? ബ്രിം അല്ലേ? യെസ്. ക്ലിയർ? ഇത് ക്ലിയർ ആണ്? ക്ലിയർ? ക്ലിയർ ആയോടെ? പഴയ ക്ലാസ്സിനെ പഠിച്ചോടെ? പഴയ ക്ലാസ്സിനെ പഠിച്ചോ? അവസാനം പഠിക്കാൻ നിൽക്കാതെ ഒന്നുള്ള സ്ലീവ് എടുക്കുക കേട്ടോ. അവസാനം പഠിക്കാൻ നിൽക്കാതെ 1-2 ദിവസം ലീവ് എടുത്ത് പഠിക്കും. ലീവ് എടുത്ത് സിനിമയ്ക്ക് പോകാനും കറങ്ങാൻ പോകാനല്ല, പഠിക്കും. പഠിക്കും. കാരണം ഒരു 30 ദിവസം കഴിയുമ്പോൾ നല്ല ടെൻഷൻ ആവില്ലേ? 30 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒന്നും ഓർമ്മ കാണില്ല. 30 ദിവസം കഴിയുമ്പോൾ പകുതി ഓർമ്മ കാണില്ല. എക്സാം നടത്തുമ്പോൾ ഒന്നും ഓർമ്മ കാണില്ല അല്ലേ? 30 ദിവസം കഴിയുമ്പോൾ പകുതി ഓർമ്മ കാണില്ല. എക്സാം നടത്തുമ്പോൾ ഫുള്ള് ഓർമ്മ കാണില്ല. പറഞ്ഞു കഴിയില്ല. ശരിയല്ലേ? വരാൻ പാടില്ല. ഓക്കെ, വായനശീലം കൂട്ടുക. അപ്പൊ വായനശീലം കൂട്ടുന്ന ആൾക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ എന്താണോ പറയുന്ന കാര്യം അവിടെ ഓർമ്മ വരും. ഞാൻ മലയാളമായിട്ടാ പറയുന്നത് ഫുൾ. സോ വായനാശീലം ഉള്ള ആൾക്കാർക്ക് വായിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന കാര്യം അപ്പം തന്നെ കിട്ടും. നോട്ട് വായിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉത്തരം അതുപോലെ കിട്ടും കേട്ടോ. യെസ്. നെക്സ്റ്റ് ഏതാ? ഇല്ലറ്റ് എന്ന് പറയുമ്പോഴേ ചോദ്യം വരും, ഇല്ലറ്റ് എന്താ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്? ഇല്ലറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്? ഇല്ലറ്റ് എന്താ ചേർന്ന? എക്സാം ചോദിക്കും, ഇത് കൃത്യം പഠിക്കണം. ഇല്ലറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്ന്? ഈ ഒരു പടത്തിൽ കാണാം. ഫസ്റ്റ് പിക്ചർ നോക്കി. കാണുന്നുണ്ടോ?
ഇരുപത് തൊട്ട് ഇതുവരെ സാക്രൽ പ്രോമെട്രി ആണോ? സാക്രൽ പ്രോമെട്രി തൊട്ട് ഇലിയോപെക്ടോറൽ ലൈൻ വരെയാണോ? സാക്രൽ പ്രോമെട്രി തൊട്ട് ഇലിയോപെക്ടോറൽ ലൈൻ വരെയാണോ? സാക്രൽ പ്രോമെട്രി തൊട്ട് ഇലിയോപെക്ടോറൽ ലൈൻ വരെയാണോ? ഇല്ല എന്ന് പറയുന്നത്. സാക്രൽ പ്രോമെട്രി തൊട്ട് ഈ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ ഇലിയോപെക്ടോറൽ ലൈൻ വരെയുള്ളത് എന്ത് വിളിക്കാം? ചേർത്ത് പറയുന്ന പേരെന്താ? ഇൻലെറ്റിന് ബ്രിമ്മല്ലേ? ഇലിയോപെക്ടോറൽ ലൈനും സാക്രൽ പ്രോമെട്രിയും ചേർന്ന് എന്ത് വിളിക്കാം? ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം എന്ന് വിളിച്ചൂടെ? 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 എങ്കിൽ വീണ്ടും ചോദ്യം വരും, ദ നോർമൽ ഇൻലെറ്റ് ഷേപ്പ് എന്താ? നോർമൽ ഇൻലെറ്റിന്റെ ഷേപ്പ് എന്താ? ഇതും ചോദ്യമാണ്. നോർമൽ ഇൻലെറ്റ് ഷേപ്പ് നേരത്തെ പറഞ്ഞു. നോർമൽ ഇൻലെറ്റ് ഷേപ്പ് എന്താ? റൗണ്ട് ഷേപ്പാണ്. നോർമൽ ഇൻലെറ്റ് ഷേപ്പ് ഏത് ഷേപ്പാ? ഫീമെയിൽസിൽ എപ്പോഴും നോർമൽ ഇൻലെറ്റ് ഷേപ്പ് ചോദിച്ചാൽ റൗണ്ട് ഷേപ്പാണ്. ഇനി മെയിൽസിൽ ചോദിച്ചതാ ഹാർട്ട് ഷേപ്പാണ്. നോർമൽ ഇൻലെറ്റിൽ മെയിൽസ് വെച്ച ഹാർട്ട് ഷേപ്പും ഫീമെയിൽസ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പ്. രണ്ട് കാര്യം, ഇൻലെറ്റ് ഫീമെയിൽസിൽ നോർമൽ ഏതാ? റൗണ്ട് ആണ്. മെയിൽസ് ഏതാ? ഹാർട്ട് ഷേപ്പ് അല്ലേ? ഹാർട്ടല്ലേ? 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 യെസ്. രണ്ടും ചോദിക്കും. ഫീമെയിൽസ് ഇൻലെറ്റ് നോർമൽ ഏതാ? ഫീമെയിൽസ് ഇൻലെറ്റ് നോർമൽ ഏതാ? റൗണ്ട്. മെയിൽസ് ആണെങ്കിൽ ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പ് അല്ലേ? ഇനി ഇൻലെറ്റ് എന്ന് പറയുന്നത് ട്രൂ പെൽവിസിന്റെയും ഫാൾസ് പെൽവിസിന്റെയും ബൗണ്ടറി കൂടെ അല്ലേ? ഈ ഇൻലെറ്റ് തന്നെയല്ലേ ട്രൂ പെൽവിസിന്റെയും ഫാൾസ് പെൽവിസിന്റെയും ബൗണ്ടറി? ഈ പറഞ്ഞ ഇൻലെറ്റ് തന്നെയല്ലേ ട്രൂ പെൽവിസിന്റെയും ഫാൾസ് പെൽവിസിന്റെയും ബൗണ്ടറി എന്ന് കൂടെ പറയുന്ന കാര്യം ഓർമ്മിച്ചു വെക്കുക. ക്ലിയർ? ക്ലിയർ? ഫസ്റ്റ് 2-3 സെക്ഷൻ ക്ലിയർ ആയി. ആദ്യം എന്താണ് പെൽവിസ് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, ഇൻലെറ്റ് പറഞ്ഞു. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്ത കാര്യം പറയാം. ദ ഡയമീറ്റേഴ്സ് ഓഫ് പെൽവിക് ഇൻലെറ്റ് ചോദ്യം വരും. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കുക, ഒരു സെക്ഷനെ തന്നെ പഠിക്കുക. ദ ഡയമീറ്റേഴ്സ് ഓഫ് പെൽവിക് ഇൻലെറ്റ് എന്തൊക്കെയുണ്ട്? എത്ര ഡയമീറ്റർ ഉണ്ട്? എന്തൊക്കെയുണ്ട്? ഇൻലെറ്റിന് എത്ര ഡയമീറ്റർ ഉണ്ട്? ഇൻലെറ്റ് മാത്രം ഞാൻ ചോദിക്കുന്നത്. ഔട്ട്ലെറ്റ് അല്ല, ഒന്നുമല്ല, ഇൻലെറ്റ് മാത്രം. പഠിക്കുമ്പോൾ വ്യക്തമായി പഠിക്കണം. 3 ഉണ്ടോ? വളരെ വ്യക്തമായി പഠിക്കണം. കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് കമന്റ്. ചോദ്യം വരും, ചോദ്യം വരും. എക്സാമിൽ ചോദ്യം വരൂടെ? ഡയമീറ്റേഴ്സ് എപ്പോഴും ചോദിക്കും കേട്ടോ. ആദ്യം അറിയേണ്ട കാര്യം, ഫസ്റ്റ് കാര്യം നോക്കി. ഞാൻ കൊച്ചുകൂടെ പഠിപ്പിക്കുക ഒരു കാര്യം പഠിപ്പിക്കാം. ആദ്യം തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അതിനോട് പേരെന്താ? സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ എന്ത് വിളിക്കാം? ആംഗിൾ പോസ്റ്റർ ആണോ? ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ ആംഗിൾ പോസ്റ്റർ ആണോ? ഫസ്റ്റ് അത് പഠിക്കണം. കാണാതെ പഠിക്കുക, അത് പഠിക്കണം അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ ആംഗിൾ പോസ്റ്റർ അല്ലേ? ശേഷം ഇങ്ങനെ വന്നായിരിക്കും ഒബ്ലിക് അല്ലേ? ഇങ്ങനെ ഒബ്ലിക് അല്ലേ? ഒബ്ലിക് അല്ലേ? ഒബ്ലിക് അല്ലേ? ഇങ്ങനെ ഒബ്ലിക് അല്ലേ? ഒബ്ലിക് അല്ലേ? അതും പഠിച്ചു. പിന്നെ ഇതാ ഇങ്ങനെ വന്നാലോ? ട്രാൻസ്വേഴ്സ് അല്ലേ? ട്രാൻസ്വേഴ്സ് ഇത് ആദ്യം അറിയേണ്ട കാര്യം. ട്രാൻസ്വേഴ്സ് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വന്നാൽ എന്തായിരിക്കും? അണ്ടർ പോസ്റ്റ്. സൈഡിലോട്ട് വന്നാൽ ഒബ്ലിക് ആണ്. ഇങ്ങനെ വന്നാൽ ട്രാൻസ്വേഴ്സ് ആണ്. ഇത്രയും മനസ്സിലാദ്യം. സ്കൂളിൽ പഠിക്കുന്ന കൂടുതൽ പഠിക്കുന്ന ആദ്യ കാര്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വര പഠിപ്പിക്കാറില്ല. വരയിട്ട് പഠിപ്പിക്കാറില്ല. അതാണ് സംഭവം. ഇനി നോക്കാം.
ആന്റർ പോസ്റ്റ് ഡയമീറ്റർ പറയുമ്പോൾ ഇപ്പൊ ഒരു കാര്യം മനസ്സ് ഓർമ്മ എന്തായിരിക്കും? ഇനി ആന്റർ പോസ്റ്റ് നിൽക്കുമ്പോൾ മനസ്സ് എന്ത് വരെ ഓർമ്മ വന്നു? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഇപ്പോൾ ആന്റർ പോസ്റ്റ് എന്ന് കേട്ടാൽ സ്ട്രെയിറ്റ് ലൈൻ ഓർമ്മ വന്നു എങ്കിൽ എത്ര ആന്റർ പോസ്റ്റ് ഡയമീറ്റർ ഉണ്ട്? എങ്കിൽ എത്ര ആന്റർ പോസ്റ്റ് ഡയമീറ്റർ ഉണ്ട് പെൽവിസിന്? മൂന്നുണ്ടല്ലേ? മൂന്നുണ്ടല്ലോ. മൂന്നുണ്ടല്ലേ? ഫസ്റ്റ് ഏതാ? അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് വേറെ. കോഞ്ചുഗേറ്റ് വേറെ. കഴിഞ്ഞ ദിവസമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു. കോഞ്ചുഗേറ്റ് വേറെ, അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് കണ്ടു ആരെങ്കിലും? ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചോദ്യ പേപ്പറിനകത്ത് ഈ വാക്കുകൾ ഉണ്ടായിരുന്നു. അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് എന്നും കോഞ്ചുഗേറ്റ് വേറെ എന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വായിച്ച ഓർമ്മ എന്തായിരിക്കും? എന്താ കണ്ടോ? ആരെങ്കിലും കണ്ടോ? വായിച്ചില്ല. വായിക്കണം കേട്ടോ. അത് ഇനി എന്ന് വായിക്കും. ഉത്തരം കയ്യിലുണ്ട്, ചോദ്യമുണ്ട്, അത് പറഞ്ഞിരുന്നുണ്ട്. ആദ്യം ഞാൻ ചോദ്യം തന്നു, ഉത്തരം എന്റെ കയ്യിലുണ്ട്, ഫോണിനകത്തുണ്ട്. ശേഷം ഞാൻ പറഞ്ഞിരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഉത്തരം കയ്യിൽ തന്നിട്ടുണ്ട്, ചോദ്യം പറഞ്ഞിരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കണം കേട്ടോ. പഠിക്കുന്നുണ്ടോ? എന്താ അനാട്ടമിക് കോഞ്ചുഗേറ്റ്? എന്താ അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് വേറെ അല്ലെങ്കിൽ ദ ട്രൂ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് മേജർ ഡയമീറ്റർ കേട്ടോ. ഇതാണ് എപ്പോഴും മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇത് എവിടെ തൊട്ട് ഏത് വരെയാ? ആ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം ഏത് തൊട്ട് ഏത് വരെയാ. ഞാൻ നേരത്തെ കാണിച്ച സെൻട്രൽ ലൈനോടെ സാക്കർ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സാക്കറിലോട്ട്, സാക്കർ കിലോമീറ്ററിലോട്ട് ഏത് വരെയാ? സുപ്പീരിയർ പാർട്ട് ഓഫ് സാക്കർ തൊട്ട് ഏത് വരെയാ? സുപ്പീരിയർ പാർട്ട് ഓഫ് സാക്കറും തൊട്ട് ഏത് വരെയാ? സുപ്പീരിയർ പാർട്ട് ഓഫ് സാക്കറും തൊട്ട് ഏത് വരെയാ? ഉത്തരം പറയുക. പറഞ്ഞു ഇതോട്ട് വരെയാ? പറഞ്ഞേ. ദ പ്യൂബിക് സിംബേസിന്റെ ഇന്നർ മാർജിൻ തൊട്ട്, സിബിക് സിംബേസിന്റെ ഇന്നർ മാർജിൻ തൊട്ട് സാക്രത്തിന്റെ സുപ്പീരിയർ പാർട്ട് വരെയാണോ? ആണോ? ദ പ്യൂബിക് സിംബേസിന്റെ ഇന്നർ മാർജിൻ തൊട്ട് സാക്രത്തിന്റെ സുപ്പീരിയർ പാർട്ട് വരെയുള്ള പോർഷൻ തമ്മിൽ വിളിക്കുന്ന മാർജിൻ ഏതാ? ദ പ്യൂബിക് സിംബേസിന്റെ ഇന്നർ മാർജിൻ തൊട്ട് സാക്രത്തിന്റെ സുപ്പീരിയർ പോയിന്റ് വരെ എന്ത് വിളിക്കാം? അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് ആണോ? ഞാൻ ഈ കാണി ശരിയാണോ? സിബിക് സിംബേസിന്റെ ഇന്നർ മാർജിൻ ഇത് തൊട്ട് സാക്രത്തിന്റെ സുപ്പീരിയർ പോയിന്റ് ഇതാണോ? യെസ് ഓർ ആണോ? ആണോടെ? പറഞ്ഞേടെ. അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് എല്ലാരും പറഞ്ഞേ. അതാണോ അനാട്ടമിക് കോഞ്ചുഗേറ്റ്? എങ്കിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 11 സെന്റിമീറ്റർ ഉണ്ടോ? എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. എക്സാം ചോദിക്കും AP ഡയമീറ്റർ എന്ന് ചോദിക്കും. AP ഡയമീറ്റർ എത്രയുണ്ട്? അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ AP ഡയമീറ്റർ എത്രയുണ്ട്? 11 സെന്റിമീറ്റർ. എക്സാമിന് സ്ഥിരം ചോദിക്കും AP ഡയമീറ്റർ എത്രയുണ്ട്? അനാട്ടമിക് കോഞ്ചുഗേറ്റിലുള്ള AP ഡയമീറ്റർ എത്രയുണ്ട്? 11 സെന്റിമീറ്റർ. ഫസ്റ്റ് ഡയമീറ്റർ ക്ലിയർ ആയി? ഇത് കുഞ്ഞിറങ്ങി വരുന്ന ഡിസ്റ്റൻസ് ആണോ? കുഞ്ഞിറങ്ങി വരുന്ന ഡിസ്റ്റൻസ് ആണോ? ഇത് അല്ലല്ലോ. ആണോ? അല്ല. ആണോ? കുഞ്ഞിറങ്ങിയ ഡിസ്റ്റൻസ് ആണോ? അല്ല. അപ്പൊ അതേതായിരിക്കും? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതാണ് അടുത്ത് പഠിക്കുന്നത് ഒബ്സ്ട്രക്റ്റീവ് കോഞ്ചുഗേറ്റ്. ഇതല്ലേ കുഞ്ഞിറങ്ങി വരുന്നത്? ആണോടെ? ഇതാ കുഞ്ഞിറങ്ങി വരുന്നത്. ഇതാണോടെ കുഞ്ഞിറങ്ങി വരുന്നത്? കോഞ്ചുഗേറ്റ് അല്ലേ? ശരിയല്ലേ?
ഇത് കുഞ്ഞ് ഇറങ്ങി വരുന്ന കോൺജുഗേറ്റ് ഇത് ഒബ്സ്ട്രാക്റ്റിക് കോൺജുഗേറ്റ് അല്ലേ? ഇത് കുഞ്ഞ് ഇറങ്ങി വരുന്ന കോൺജുഗേറ്റ് ഇത് ഒബ്സ്ട്രാക്റ്റിക് അല്ലേ? ആലോചിച്ച് പറയട്ടെ, സ്വർണ്ണം. യെസ്. എന്താ പറഞ്ഞത്? എന്താ ഇത്? ഏതും എയും തമ്മിൽ വരെയുള്ള ഡിസ്റ്റൻസ്. ദ മിഡ് പോയിന്റ് ഓഫ് സാക്കൽ പ്രോമീറ്റർ തൊട്ട് ഏത് പറയാ? മിഡ് പോയിന്റ് ഓഫ് സാക്കൽ പ്രോമീറ്റർ തൊട്ട് ഏത് പറയാ? ഏത് പറയാ? ദ പ്യൂബിക് സിംബേസിന്റെ ഇന്നർ സർഫസ് വരെയാണോ? ദ പ്യൂബിക് സിംബേസിന്റെ ഇന്നർ സർഫസ് വരെയാണോ? ആണോ? ആണോ? ആണോടെ? സാക്കൽ പ്രോമട്രിയുടെ ദ മിഡ് പോയിന്റ് തൊട്ട് പ്യൂബിക് സിംബേസിന്റെ ഇന്നർ സർഫസ് ഉള്ള പോർഷൻ അല്ലേ? സാക്കൽ പ്രോമട്രി തൊട്ട് ദ മിഡ് പോയിന്റ് ഓഫ് സാക്കൽ പ്രോമട്രി തൊട്ട് ദ പ്യൂബിക് സിംബേസിന്റെ ഇന്നർ സർഫസ് വരെ അല്ലേ? എന്ത് വിളിക്കാം? ഒബ്സ്ട്രക്റ്റിക് അല്ലേ? ഇതല്ലേ കുഞ്ഞിറങ്ങിയ ഡിസ്റ്റൻസ്? കുഞ്ഞിറങ്ങിയ ഡിസ്റ്റൻസ് അല്ലേ? ഒബ്സ്ട്രക്റ്റിക് അല്ലേ? അല്ലേടെ? പ്രത്യേകം എന്താ? ഇതാണോ കുഞ്ഞിറങ്ങിയ ഡിസ്റ്റൻസ്? ആണോ കുഞ്ഞിറങ്ങിയതാണോ? ആണോ? പറഞ്ഞേ, അറിയാമോ? മാർക്കറ്റ് ആണോ? ആണോ? ആണോട്ടെ? യെസ്. ഇത് പ്രത്യേകം എന്താ? ഷോർട്ടസ്റ്റ് എ പി ഡയമീറ്റർ അതാ. ഏറ്റവും ഷോർട്ടസ്റ്റ് ആന്റിയർ പോസ്റ്റ് ഡയമീറ്റർ അതാ. 10 സെന്റിമീറ്റർ ഉള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എ പി ഡയമീറ്റർ ഏതാ? ഒബ്സ്ട്രക്റ്റിക്കൽ കോൺജുഗേറ്റ് ആണ്. എ പി ഡയമീറ്ററിനകത്ത് ആന്റിയർ പോസ്റ്റ് ഡയമീറ്ററിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആരാ? ചോദ്യം വരും. ആന്റിയർ പോസ്റ്റ് ഡയമീറ്റർ. ഇവിടെ അവിടെ മഴയുണ്ടോ? ഇവിടെ അവിടെ മഴയുണ്ടോ? മഴയുണ്ടോ? നല്ല മഴ പെയ്യും അവിടെ. നല്ല മഴയാ അവിടെ ഇന്ന്. ഇപ്പൊ പെയ്യും. പകർന്നില്ലായിരുന്നു. ഉണ്ടല്ലോ, മഴയുണ്ടല്ലോ. നമ്മൾ അടുത്തടുത്തായിട്ട് വരുന്നു. മഴയുണ്ട്. കറണ്ട് ഇല്ല, മഴയുണ്ട്. കറണ്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. കറണ്ട് പോയി വെയിറ്റ് ചെയ്യണേ. ഷോർട്ടസ്റ്റ് എ പി ഡയമീറ്റർ അതാ. ഇത് ചോദിക്കട്ടെ, ഈ ചോദ്യം ചോദിക്കും. രാഗി മഴ കഴിഞ്ഞോടെ? ഇവിടെ മഴ തുടങ്ങിയുള്ളൂ. ഷോർട്ടസ്റ്റ് എ പി ചോദ്യം ചോദിക്കും കേട്ടോ. എക്സാം സ്ഥിരം ചോദ്യം. ഷോർട്ടസ്റ്റ് എ പി ഡയമീറ്റർ അതാ? ഒബ്സ്ട്രക്റ്റിക്കൽ കോൺജുഗേറ്റ്. എത്ര സെന്റിമീറ്റർ? 10 സെന്റിമീറ്ററിന് എപ്പോഴും ഒബ്സ്ട്രക്റ്റിക്കൽ കോൺജുഗേറ്റ് ഉള്ളത്. ക്ലിയർ? ക്ലിയർ? ഫസ്റ്റും സെക്കൻഡ് കിട്ടിയോ? ഫസ്റ്റും സെക്കൻഡ് ക്ലിയർ? ഫസ്റ്റും സെക്കൻഡ് ക്ലിയർ? നെക്സ്റ്റ് 10 വേണമെന്ന് പഠിച്ചില്ലേ? നെക്സ്റ്റ് ഏതാ? ദ ഡയഗണൽ കോൺജുഗേറ്റ്. നെക്സ്റ്റ് ഏതാ? ദ ഡയഗണൽ കോൺജുഗേറ്റ്. ഏതോടെ പറയാ? ഇതാണ് നിങ്ങൾ ആരോ നേരത്തെ പറഞ്ഞ ഇതിന്റെ ലോവർ ബോർഡർ ഓഫ് പ്യൂബിക് സിംബേസിസ്. ഇതാണ് നിങ്ങൾ നേരത്തെ ആരോ കമന്റ് ചെയ്ത ലോവർ സിംബേസിസ് പ്യൂബിസ് വരെയുള്ളത്. ഞാൻ അവിടെ മിണ്ടാത്ത കാരണം ഇത് പറയാൻ വേണ്ടിയാ. സിംബേസിസ് പ്യൂബിസിന്റെ ലോവർ ബോർഡർ തൊട്ട് സാക്കൽ പ്രോമട്രിയുടെ മിഡ് പോയിന്റ് ഡിസ്റ്റൻസ് ഏതാ? സിംബേസിസ് പ്യൂബിസിന്റെ ലോവസ്റ്റ് ബോർഡർ തൊട്ട് സാക്കൽ പ്രോമട്രിയുടെ മിഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ചോദ്യം പറയും. പിക്ചർ വച്ച് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പിക്ചർ വച്ച് പഠിക്കുക. സിംബേസിസ് പ്യൂബിസിന്റെ ലോവർ ബോർഡർ തൊട്ട് സാക്കൽ പ്രോമട്രിയുടെ മിഡ് പോയിന്റ് വരെയുള്ള ലെങ്ത് ആരാ? ഡയഗണൽ കോൺജുഗേറ്റ് അല്ലേ? ഡയഗണൽ അല്ലേ? ഡയഗണൽ അല്ലേ? എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇത് കൂടുതലോ കുറവാണോ? കൂടുതലാണോ കുറവാണോ? 12 സെന്റിമീറ്റർ ഉണ്ട്. സാക്കൽ പ്രോമട്രിയുടെ മിഡ് പോയിന്റ് തൊട്ട് ലോവർ ബോർഡർ ഓഫ് ദ പ്യൂബിക് സിംബേസ് വരെ 12 സെന്റിമീറ്റർ എപ്പോഴും ഡയഗണൽ കോൺജുഗേറ്റ് വരുന്നത്. അപ്പോൾ 10 സെന്റിമീറ്റർ ഉള്ള ആരാ? 10 സെന്റിമീറ്റർ ഉള്ള ആരാ? ഒബ്ലിക് ആണോ? ഒബ്ലിക് ആണോ? 10 സെന്റിമീറ്റർ ആരാ? ഒബ്സ്ട്രക്റ്റിക് അല്ലേ? ഒബ്സ്ട്രക്റ്റിക്. ഒബ്സ്ട്രക്റ്റിക്. അല്ല 11 11 11 ആന്ത്രോ ഫുൾ പറഞ്ഞേ. എ പി ആന്ത്രോപോമെട്രിക് ആണോ? അനാട്ടമിക്കലാണോ? അനാട്ടമിക്കൽ. തെറ്റിക്ക്. അനാട്ടമിക്കൽ. 12 12 ഡയഗണൽ. സോ ഇത് ഡയഗണൽ എത്രയാ? ചോദ്യം വരും. ദ ഡയഗണൽ കോൺജുഗേറ്റ് 12 സെന്റിമീറ്റർ. ഒബ്സ്ട്രക്റ്റിക് ആണെങ്കിൽ 10 സെന്റിമീറ്റർ.
അനാട്ടമിക്കൽ കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് വേറെ അല്ലെങ്കിൽ ദ ട്രൂ കോഞ്ചുഗേറ്റ് 13 സെന്റിമീറ്റർ. 3 വാല്യൂ ഓർമ്മിക്കണം. അനാട്ടമിക്കൽ ആണെങ്കിൽ 11, ഒബ്സ്ട്രക്റ്റിക് ആണെങ്കിൽ 10, ഡയഗണൽ ആണെങ്കിൽ 12. ക്ലിയർ 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 ക്ലിയർ? യെസ്. വീണ്ടും ഒരു ചോദ്യം ഉണ്ട് ഇവിടെ. വീണ്ടും ഒരു എക്സാമിൽ ചോദ്യം ഉണ്ടായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ഇത് പി വി നോക്കിയിട്ടുണ്ടോ? പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പി വി നോക്കി, പി വി നോക്കിയിട്ടുണ്ടോ? പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് പി വി നോക്കിയിട്ടുണ്ടോ? പി വി നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആ സമയത്തൊക്കെ ഒരു ചായക്കടയായിരുന്നു. ഒരു ചായ വട കഴിക്കുക. ഇപ്പൊ നിങ്ങളെ ഈ പറയും പി വി നോക്കാൻ പോകുമ്പോൾ നമ്മളോട് പറയുന്നത് ചായ വടയും കഴിക്കുക. അതൊക്കെയായിരുന്നു ഹോബീസ് ആ സമയത്തൊക്കെ. അതുകൊണ്ട് പി വി നോക്കിയിട്ടുണ്ടായിരിക്കും. ഒരു കേരള PC എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. എറണാകുളം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ഒരു ചോദ്യം കേട്ടോ. പി വി അറിയാമല്ലോ. ഇൻട്രാ വജൈനൽ എക്സാമിനേഷൻ വഴി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഡയമീറ്റർ ഏതാ? ഇൻട്രാ വജൈനൽ എക്സാമിനേഷൻ വഴി മെഷർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഡയമീറ്റർ ഏതാ? ഡയഗണൽ കോഞ്ചുഗേറ്റ്. ഇൻട്രാ വജൈനൽ എക്സാമിനേഷൻ വഴി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കോഞ്ചുഗേറ്റ് ഏതാ? ഏതാ? ഡയഗണൽ. ഡയഗണൽ ഇല്ലേ? ഡയഗണൽ. അത് കേട്ടോ, അതേ പറ്റും കേട്ടോ. അതാണ് പണ്ടുള്ളവർക്ക് ചോദ്യം കേട്ടോ. അത് ചോദിക്കും. സോ AP ക്ലിയർ ആയോ? ആൻഡ്രൂ പോസ്റ്റ് ക്ലിയർ ആയോ? AP കണ്ടോ? AP ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് ഏതാ? ട്രാൻസ്വേഴ്സ്. AP കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാ? ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സ് എങ്ങോട്ടാ വരുന്നത്? ഇന്നത്തെ പറഞ്ഞു തന്നു. എങ്ങോട്ടാ വരുന്നത്? ഏത് ദൂരെ? ഫാറസ്റ്റ് പോയിന്റ് ആണോ, അടുത്ത പോയിന്റ് ആണോ, ദൂരം കൂടിയാണോ? ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത പോയിന്റ് ആണോ? മലയാളം പറഞ്ഞേ, ദൂരം കൂടിയാണോ? ഫർദസ്റ്റ് പോയിന്റ് ആണ്. ദൂരം കൂടിയാണോ? ദൂരം കൂടിയാണോ? ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ള 2 പോയിന്റ് അല്ലേ? ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ള 2 പോയിന്റ്, ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ പോയിന്റ് അല്ലേ? ഡിസ്റ്റൻസ് കൂടി 2 പോയിന്റ് തമ്മിലുള്ളേ അല്ലേ? പറഞ്ഞാൽ പെൽവിക് ബ്രിം തൊട്ട് ഏത് പറയാ? ഇലിയോപെക്ടോറൽ ലൈനിൽ നിന്നും ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ 2 പോയിന്റ് പറയുന്ന പേരെന്താ? ഇലിയോപെക്ടോറൽ ലൈനിൽ നിന്നും, നേരത്തെ പറഞ്ഞ ഇലിയോപെക്ടോറൽ ലൈനിൽ നിന്നും ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ 2 പോയിന്റ് പറയുന്ന പേരെന്താ? ട്രാൻസ്വേഴ്സ് അല്ലേ? ഇലിയോപെക്ടോറൽ ലൈനിൽ നിന്നും ഡിസ്റ്റൻസ് കൂടിയ 2 പോയിന്റ് പറയുന്ന പേരെന്താ? ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ അല്ലേ? ട്രാൻസ്വേഴ്സ് അല്ലേ? പറഞ്ഞേ. എത്ര ലെങ്ത് ഉണ്ട്? 13 സെന്റിമീറ്റർ. 13 സെന്റിമീറ്റർ. മറക്കരുത്. ഇലിയോപെക്ടോറൽ ലൈനിൽ നിന്നും ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ള 2 പോയിന്റ് പറയുന്ന പേര് എപ്പോഴും ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയാം. 13 സെന്റിമീറ്റർ. അവിടെ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ആർക്കും ഒരു ചോദ്യം എന്താണ്? ഉണ്ടോ? 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 ചോദ്യം ഉണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. ലാർജസ്റ്റ് അല്ലേ? ഏറ്റവും ഫർദസ്റ്റ് പോയിന്റ് ചോദിക്കും കേട്ടോ. ഏറ്റവും ഫർദസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഏതാ? ട്രാൻസ്വേഴ്സ് ആണ്. അത് മാത്രം. ആ ഒരു വാക്കില്ലേ ഫർദസ്റ്റ് പോയിന്റ്. അത് മറക്കരുത്. ഫർദസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ട്രാൻസ്വേഴ്സ് ആണ്. ഫർദസ്റ്റ് പോയിന്റ് ചോദിച്ചാൽ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ്. നെക്സ്റ്റ് ഉണ്ടോ? നെക്സ്റ്റ് ഏതാ? ട്രാൻസ്വേഴ്സ്. ശബ്ദം വാങ്ങി തുടങ്ങി കേട്ടോ. ശബ്ദമല്ലേ? ശബ്ദം പതിയെ അടഞ്ഞു തുടങ്ങി. അടപ്പ് വെച്ചടക്കില്ലേ? അടപ്പിന്റെ ഇടയിൽ കൂടെ പോകില്ലേ? അടപ്പ് വെച്ച് അടച്ച് അടപ്പിന്റെ ഇടയിൽ കൂടെ ശബ്ദം പോകില്ലേ? അതുപോലെ ആയി തുടങ്ങി കേട്ടോ. നെക്സ്റ്റ് ഇസ് ഒബ്ലിക് ഡയമീറ്റർ. എന്താ ഒബ്ലിക്? എന്താ ഒബ്ലിക്? എന്താ ഒബ്ലിക്? എന്താ ഒബ്ലിക്? എന്താ ഒബ്ലിക്? എന്താ?
ഏതൊട്ട് ദൂരെ അത് മാത്രം പഠിക്കുക, വേറെ ഒന്നും പഠിക്കണ്ട. ഏതൊട്ട് ദൂരെ സാക്രോ ഇല്ലേ ജോയിഡ് തൊട്ട് ഇലിയോ പ്യൂബിക് എമിനൻസ് വരെയാണോ? സാക്രോ ഇല്ലേ ജോയിൻസ് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ദ പ്യൂബിക് എമിനൻസ് വരെയാണോ ഒബ്ലിക് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ ഇത് ഒബ്ലിക് എങ്ങനെയാണെന്ന്, ട്രാൻസ്വേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആദ്യം അത് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർക്ക് ഞാൻ വരച്ച് കാണിച്ച് ഓർമ്മയുണ്ടോ? ആദ്യം വരച്ച് കാണിച്ച് ഓർമ്മയുണ്ടോ? സോ സാക്രോ ഇലിയൻ ജോയിന്റ് തൊട്ട് ഇലിയോ പ്യൂബിക് എമിനൻസ് വരെ കാണപ്പെടുന്ന ഡിസ്റ്റൻസ് ഏതാ? ഓബ്ലിക് ഡയമീറ്റർ ആണ്. 12 സെന്റിമീറ്റർ ഉണ്ട്. ഓബ്ലിക് ഡയമീറ്റർ എപ്പോഴും 12 സെന്റിമീറ്റർ ഉണ്ട്. ഇത്രയും ഡയമീറ്റർ എല്ലാം എവിടെ വരുന്നതാ? ഇല്ലറ്റിലാണോ ദ ബ്രിമ്മിലാണോ എവിടെ പഠിച്ചത്? ഇതുവരെ പറഞ്ഞ ഡയമീറ്ററിൽ എവിടെ പഠിച്ചതാ? ഇല്ലറ്റിന്റെ എല്ലാം ഡയമീറ്റർ പഠിച്ചോ? ഇല്ലറ്റിനകത്ത് വരുന്ന ഡയമീറ്ററിൽ പഠിച്ചോ? എല്ലാം പഠിച്ചോ? പഠിച്ചോല്ലോ. അനാട്ടമിക് പോഞ്ച് എത്ര സെന്റിമീറ്റർ ഉണ്ട്? അനാട്ടമിക്കൽ പോഞ്ച് എത്രയുണ്ട്? 11ആണോ? 11ആണോ? ഒബ്സ്ട്രക്റ്റിക് എത്ര ഉണ്ട്? 10 ആണോ? ആൻഡ് ഡയഗണൽ എത്രയുണ്ട്? ഡയഗണൽ എത്രയുണ്ട്? ഡയഗണൽ എത്രയുണ്ട്? പറഞ്ഞു പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. ഡയഗണൽ എത്രയുണ്ട്? 12. 12. ക്ലിയർ? ക്ലിയർ? ഈ 3 കാര്യം മറക്കരുത്. ശേഷം ക്യാവിറ്റി. ഇല്ലറ്റ് അടുത്ത് ക്യാവിറ്റി അല്ലെ? ഇല്ലറ്റ് അടുത്ത് വരുന്നത് ക്യാവിറ്റി. ക്യാവിറ്റി ക്യാവിറ്റി ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എഴുതിയ ഒരു കാര്യം തരും. ഞാൻ എഴുതിയില്ലേ, ഒരു കറക്റ്റ് ഓടെ തരും. അത് വായിക്കും കേട്ടോ. എഴുതിയ ശേഷം ഞാൻ കാര്യം തരും, അത് വായിക്കുമല്ലോ. എഴുതി വരച്ച് സംഭവം തരും, വായിക്കുമല്ലോ. വായിക്കുമോ? വായിക്കുമോ? അത് വായിച്ച് എന്ത് മനസ്സിലാക്കി എന്ന് പറഞ്ഞു തരണം കേട്ടോ. വായിച്ച് എന്ത് മനസ്സിലാക്കിയെന്ന് അവിടെ മനസ്സിലാവും. ഇത്രയും പഠിച്ചാൽ മനസ്സിലാവും. നെക്സ്റ്റ് ക്യാവിറ്റി എന്താ? കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? ക്യാവിറ്റി കാണുന്നുണ്ടോ? ക്യാവിറ്റി കാണുന്നുണ്ടോ? ക്യാവിറ്റി കാണുന്നുണ്ടോ? യെസ്. എന്താ ക്യാവിറ്റി? 5 ബ്രേക്ക് വേണോ? 5 ബ്രേക്ക് വേണോ? 5 ബ്രേക്ക് വേണം. വേണമെന്നായി. 5 ബ്രേക്ക് കേട്ടെ. 5 ബ്രേക്ക് കേട്ടെ. നെക്സ്റ്റ് ക്യാവിറ്റി പഠിക്കാം. ഒരു സമയം കറക്റ്റ് 11:05 ബ്രേക്ക് കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ഉറങ്ങാണ്. അവസാന സമയമാകുമ്പോഴേ നിങ്ങൾ പലരും ഒരു കാര്യം തെറ്റായി ചിന്തിക്കുന്ന അറിയാമോ? ആ നോട്ട് മാത്രം പഠിക്കാമല്ലോ, ശ്രമിക്കുക കേട്ടോ. അങ്ങ് തെറ്റ് കഴിച്ചില്ല കേട്ടോ. ഇത് നോട്ട് മാത്രം കിട്ടിയാൽ പോരെ, അത് തെറ്റായ കാര്യമാണ്. ഓക്കെ, നോട്ട് മാത്രം ഞാൻ പഠിച്ചിട്ട് പോവാം കേട്ടോ. അതുകൊണ്ടോ നോട്ട് മാത്രം പഠിക്കാം, ആ ഒരു കാര്യം ചെയ്യരുത്. ഓക്കെ, ആ ഒരു കാര്യം തെറ്റായ കാര്യം ചെയ്യോ? ഇല്ലല്ലോ. ആ ഒരു തെറ്റായ കാര്യം ചെയ്യരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താ ക്യാവിറ്റി എന്ന് പറയുന്നത്? എന്താ ഇല്ലറ്റ് കൊണ്ട് ക്യാവിറ്റി എന്താ? ക്യാവിറ്റി എന്താ? ഈ ഒരു പിക്ചർ കാണുന്നത് റൗണ്ട് ഷേപ്പിൽ ഭാഗമാണോ? ഈ ഒരു പിക്ചറിൽ കാണപ്പെടുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ഭാഗമാണോ? ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണപ്പെടുന്ന റൗണ്ട് ഷേപ്പുള്ള സെഗ്മെന്റ് ആണോ? ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണപ്പെടുന്ന റൗണ്ട് ഷേപ്പുള്ള പിക്ചർ ഇതാണോ അവിടെ? ആണോ? ബ്രിമ്മിന് താഴെ വരുന്നത് ക്യാവിറ്റി, ഇത് ബ്രിമ്മിന് താഴെ വരുന്നത് അല്ലേ? ക്യാവിറ്റി എപ്പോഴും ബ്രിമ്മിന് താഴെയും ഔട്ട്ലെറ്റ് എബോ അല്ലേ? ക്യാവിറ്റി എപ്പോഴും ബ്രിമ്മിന് താഴെയും ഔട്ട്ലെറ്റ് എബോ അല്ലേ? ബ്രിമ്മിന്റെ താഴെയും ഔട്ട്ലെറ്റിന്റെ മുകൾ ഭാഗത്തുമാണ് എപ്പോഴും ക്യാവിറ്റി ഓഫ് പെനിസ് വരുന്നത്. എവിടെയൊക്കെയാ? ബ്രിമ്മിന് താഴെയായിട്ടും ഔട്ട്ലെറ്റിന്റെ മുകളിലുമായിട്ട് എപ്പോഴും ക്യാവിറ്റി ഫോം ചെയ്തത്. എന്താ പ്രത്യേകത ക്യാവിറ്റിയുടെ? ഇവിടെ നമുക്ക് കുറച്ച് ഡയമീറ്റർ പഠിക്കാനുണ്ടോ? ക്യാവിറ്റിയുടെയും ഡയമീറ്റേഴ്സ് പഠിക്കാനുണ്ടോ? ക്യാവിറ്റിയുടെയും ഡയമീറ്റേഴ്സ് പഠിക്കാനുണ്ടോ? ഈ പറഞ്ഞ ക്യാവിറ്റിയുടെയും ഡയമീറ്റേഴ്സ് പഠിക്കാനുണ്ടോ? ചോദ്യം വരും. ഇവിടെ പഠിക്കുമ്പോൾ ഡയമീറ്റർ മാത്രം ഓർമ്മിക്കുക. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ ഡയമീറ്റർ മാത്രം ഓർമ്മിക്കുക. ഓക്കെ, ഷേപ്പ് എന്താ പറഞ്ഞ? ചോദ്യം വരും ക്യാവിറ്റി ഷേപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റൗണ്ട് എന്ന് പറഞ്ഞില്ലേ? ക്യാവിറ്റി ഞാൻ റൗണ്ട് ഷേപ്പ് പറഞ്ഞില്ലേ? ക്യാവിറ്റി റൗണ്ട് ഷേപ്പ് പറഞ്ഞു. സർക്കുലാർ കണ്ട് എഴുതും. റൗണ്ടും സർക്കുലാറും ഒന്നല്ലേ? റൗണ്ട് എന്ന് കേട്ടാലും സർക്കുലാർ ഷേപ്പ് എന്ന് കേട്ടാലും ഉത്തരം ഒന്നല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ? അല്ലേ? അല്ലേടെ പറഞ്ഞു, ഉത്തര ഷേപ്പ് ഒന്നല്ലേ? ഇവിടെയും ഡയമീറ്റേഴ്സ് ഉണ്ട്. നേരത്തെ പഠിച്ച അതേ ഡയമീറ്റർ അല്ലേ? ഇല്ലത്തിൽ പഠിച്ച അതേ ഡയമീറ്റേഴ്സും ഇവിടെ ക്യാവിറ്റിക്കകത്തുണ്ട്. എന്തൊക്കെ വരും? ഫസ്റ്റ് ആന്റിൽ പോസ്റ്റീരിയർ അല്ലേ? ഫസ്റ്റ് ഇത് ആന്റിൽ പോസ്റ്റീരിയർ അല്ലേ? 8 സെന്റിമീറ്റർ. ആന്റിൽ പോസ്റ്റീരിയർ സെന്റിമീറ്റർ, അത് മാത്രം ഓർമ്മിക്കുക. 12 അല്ലേ? ക്യാവിറ്റിയുടെ ആന്റിൽ പോസ്റ്റ് ഡയമീറ്റർ എത്രയാ? 12 സെന്റിമീറ്റർ അല്ലേ? അല്ലേ? അത് മാത്രം ഓർമ്മിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കരുത്. ക്യാവിറ്റിയുടെ ഈ പറഞ്ഞ ഡയമീറ്റർ ഏതാ? ക്യാവിറ്റിയുടെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എത്രയാ? ഫസ്റ്റ് കാര്യം ഏതാ പറഞ്ഞത്? ഫസ്റ്റ് ഏതാ പറഞ്ഞത്? ആന്റിൽ പോസ്റ്റ് എത്ര? ഫസ്റ്റ് ആന്റിൽ പോസ്റ്റ് എത്രയാ? 12 ആണോ? 12 ആണോ? ആന്റിൽ പോസ്റ്റ് 12 ആണോ? ക്യാവിറ്റിയുടെ ആന്റിൽ പോസ്റ്റ് 12ഉം ആൻഡ് ട്രാൻസ്വേഴ്സ് എത്രയാ? ട്രാൻസ്വേഴ്സ് എത്രയാ? അതും 12 ആണോ? ട്രാൻസ്വേഴ്സും 12 ആണോ? ആ ഒരു ഒബ്ലിക്ക് എന്താ? ആ ഒരു ഒബ്ലിക്കും 12 ആണോ? ട്രാൻസ്വേഴ്സും ഒബ്ലിക്കും എ പി എല്ലാം ഒരേ എല്ലാം 12 അല്ലേ? എല്ലാം 12 വെച്ചല്ലേ? ശരിയല്ലേ? ട്രാൻസ്വേഴ്സും ഒബ്ലിക്കും എല്ലാം തന്നെ 12 വരുന്ന ഏതാ? ഏതാ? ആന്റിൽ പോസ്റ്റീരിയർ ആയാലും ഒബ്ലിക്ക് ആയാലും ട്രാൻസ്വേഴ്സ് ആയാലും എല്ലാം 12 വരുന്നത് ഇൻലെറ്റിലാണോ ഔട്ട്ലെറ്റിലാണോ ക്യാവിറ്റിയിലാണോ? എവിടെ? ക്യാവിറ്റി. 12 കാര്യം മറക്കരുത്. എല്ലാം 12 വരുന്നത് ക്യാവിറ്റിക്കകത്താണ് അല്ലേ? ക്യാവിറ്റിക്കകത്തല്ലേ? അല്ലേ? അല്ലേ? ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും കിട്ടിയോ? ക്യാവിറ്റി കിട്ടിയോ? ക്യാവിറ്റി കിട്ടിയോ? നെക്സ്റ്റ് മൂന്നാമത്തെ ഭാഗത്ത് ക്യാവിറ്റി കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്ലെറ്റ് ഉണ്ടോ? ക്യാവിറ്റി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഭാഗത്ത് ഔട്ട്ലെറ്റ് ആണോ? ഔട്ട്ലെറ്റ് എന്താ? ഔട്ട്ലെറ്റ് എന്താ? ഔട്ട്ലെറ്റ് എന്താ? അതായിരിക്കും
അതെവിടെ വരുന്ന ഭാഗമാ? ദ പെൽവിക് ഓപ്പണിംഗ് ഇല്ലേ? ഇത് പെൽവിക് ഓപ്പണിംഗിൽ ഏറ്റവും പുറകിൽ വരുന്ന ഭാഗമാണോ? ദ പെൽവിക് ഓപ്പണിംഗിന്റെ ഏറ്റവും പുറകു വരുന്ന ഭാഗമാണോ? ദ പെൽവിക് ഓപ്പണിംഗിന്റെ പുറകു ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഔട്ട്ലെറ്റ്. ആലോചിച്ച് പറയുന്നത്, മനസ്സിൽ പിക്ചർ വരണം. ദ പെൽവിക് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ബാക്ക് ഭാഗമല്ലേ? ബാക്ക് ഭാഗത്തല്ലേ? പെൽവിക് ഓപ്പണിംഗ് ഏറ്റവും പുറകിൽ നിന്നായിരിക്കും അല്ലേ? അല്ലേ? എങ്കിലേ പറഞ്ഞ ഏറ്റവും പുറകിൽ വരുന്ന ഭാഗം ഏതാ? ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗമായിരിക്കും ഏറ്റവും പുറകിൽ വരുന്ന? ഏതാ? പെൽവിക്കിന്റെ ഓപ്പണിംഗിൽ ഏറ്റവും പുറകിൽ വരുന്ന ഭാഗം ഏതാ? കോക്സിക്സിന്റെ ടിപ്പ് ആണോ? ടിപ്പ് ഓഫ് കോക്സ് ആണോ? പെൽവിക് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും പുറകിൽ വരുന്ന ഓപ്പണിംഗ് ആണ്. ഏറ്റവും പുറകിൽ വരുന്ന ഓപ്പണിംഗ് ഏതാ? ടിപ്പ് ഓഫ് കോക്സ് ആണോ? ടിപ്പ് ഓഫ് കോക്സിൽ വരുന്നത് ഏതാ? ഔട്ട്ലെറ്റ് ആണോ? ടിപ്പ് ഓഫ് കോക്സിസ് തൊട്ട് ലോവർ മാർജിൻ ഓഫ് സിംബേസിസ് പിബിസ് വരെ, ടിപ്പ് ഓഫ് കോക്സിസ് തൊട്ട് ലോവർ മാർജിൻ ഓഫ് സിംബേസിസ് പിബിസ് വരുന്ന ഭാഗം ഏതാ? ടിപ്പ് ഓഫ് കോക്സിസ് തൊട്ട് ബാക്കിൽ വരുന്ന ടിപ്പ് ഓഫ് കോക്സ് തൊട്ട് ലോവർ മാർജിൻ ഓഫ് ദ സിബിസ് പിംബേസിസ് വരുന്ന ഭാഗത്തെ പറഞ്ഞ പേരെന്താ? ഔട്ട്ലെറ്റ് അല്ലേ? ഔട്ട്ലെറ്റ് അല്ലേ? ഔട്ട്ലെറ്റ് അല്ലേ? ദ ടിപ്പ് ഓഫ് കോക്സ് തൊട്ട്, കോക്സിന്റെ ടിപ്പ് തൊട്ട് ലോവർ മാർജിൻ ഓഫ് സിംബേസിസ് പിബിസ് വരെ വരുന്ന ഭാഗം ഏതാ? ഔട്ട്ലെറ്റ് എന്ന് വിളിക്കാം. ഔട്ട്ലെറ്റ് എന്ന് വിളിക്കാം. എങ്കിൽ വീണ്ടും ചോദ്യമുണ്ട്. പിബിക് സിംബേസിന്റെയും അതുപോലെ തന്നെ കോക്സിന്റെയും ടിപ്പിൽ വരുന്ന ഓപ്പണിംഗ് പറഞ്ഞ പേരെന്താ? സിബിക് സിംബേസിന്റെയും അതുപോലെ തന്നെ കോക്സിന്റെ ടിപ്പിൽ വരുന്ന ഓപ്പണിങ്ങിനെ പറഞ്ഞ പേരെന്താ? ഇതാണ് ഫസ്റ്റ് ചോദ്യം. പിബിക് സിംബേസിന്റെയും അതുപോലെ തന്നെ കോക്സിന്റെ ടിപ്പിൽ വരുന്ന ഓപ്പണിങ്ങിനെ പറഞ്ഞ പേരെന്താ? പെൽവിക് ഔട്ട്ലെറ്റ്. പെൽവിക് ഔട്ട്ലെറ്റ് മറക്കരുത്. സിംബേസിസ് പിബിസിന്റെയും അതുപോലെ തന്നെ കോക്സിന്റെയും ടിപ്പിൽ വരുന്ന ഓപ്പണിങ്ങിന് പറഞ്ഞ പേരെന്താ? പെൽവിക് ഔട്ട്ലെറ്റ് എന്ന് വിളിക്കാം. ഇവിടെ ചോദ്യം വരുന്നത് പെൽവിക് ഔട്ട്ലെറ്റിന്റെ ഷേപ്പ് എന്താണ്? അതാണ് ചോദ്യം. എന്താണെന്ന് പഠിച്ചു? ദ ഡയമണ്ട് ഷേപ്പ്. ദ പെൽവിക് ഔട്ട്ലെറ്റിന്റെ ഷേപ്പ് ചോദിക്കും. എന്താണ് ഷേപ്പ്? ഡയമണ്ട് ഷേപ്പ് ആണ്. ഡയമണ്ട് ഡയമണ്ട് എന്നുണ്ടോ? വാങ്ങിക്കാം. എക്സാം പാസ്സായിട്ട് വാങ്ങിച്ചു തരുമോ? ഒരു മുട്ടായി പോലും അയക്കാത്ത ആൾക്കാരാണ്. ഡയമണ്ട് വാങ്ങിക്കാം. ചോദ്യം കേട്ടോ, ചോദ്യമാണേ. ദ ഡയമണ്ട് ചോദിക്കും. ദ ഡയമണ്ട് ഷേപ്പ് ചോദിക്കും. ആരാ ഇത്? ദ ഡയമണ്ട് ഷേപ്പ് വരാ? ഡയമണ്ട് ഷേപ്പിൽ വരാ? ഡയമണ്ട് ഷേപ്പിൽ വരാ പെൽവിക് ഔട്ട്ലെറ്റ്. ദ ഡയമണ്ട് ഷേപ്പിൽ വരാ പെൽവിക് ഔട്ട്ലെറ്റ്. ദ ഹാർട്ട് ഷേപ്പിൽ വരാ? ഹാർട്ട് ഷേപ്പിൽ വരാ? ഹാർട്ട് 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 ആരാ? ഹാർട്ട് ഹാർട്ട് ഷേപ്പിൽ വരാ? ഹാർട്ട് ഷേപ്പിൽ വരാ? ഹാർട്ട് ഹാർട്ട് ആരാ? ഹാർട്ട് ആരാ? ഇംഗ്ലണ്ട് ആണോ? ആണോ? യെസ്. രണ്ടും മറക്കരുത്. ഹാർട്ട് ഷേപ്പിൽ ചോദിച്ചാലും ഡയമണ്ട് ഷേപ്പ് ആരും ചോദിച്ചാലും മറക്കരുത്. പിന്നെ വേറെ എവിടെ ഹാർട്ട് പഠിച്ചു? ഇന്ന് വേറെ എവിടെ ഹാർട്ട് പഠിച്ചില്ലേ? ഹാർട്ട് ഷേപ്പ് അതെവിടെയാ? ടൈപ്സ് ഓഫ് പെൽവിസിനകത്ത് എവിടെയാ? ആൻഡ്രോയിഡ്. അവർ ഗൈനക്കൂടാണോ? എവിടെയാണ്? ആൻഡ്രോയിഡ് ആണോ ഗൈനക്കൂടാണോ? ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ്. അത് കിഡ്നി ആരാ? കിഡ്നി ആരാ? കിഡ്നി കിഡ്നി ആരാ? എല്ലാം ചോദിക്കട്ടെ, ചോദിക്കും. ഇവിടെ എക്സാമിൽ ഇത് ചോദിക്കാറുണ്ട്. ഇന്നലെ ടഫ് ആണെങ്കിലേ പെൽവിക് ഔട്ട്ലെറ്റിന്റെ ഷേപ്പ് എന്താ ചോദിക്കും? ഡയമണ്ട് ആട്ടോ. ഡയമണ്ട് ആട്ടോ. എവിടെ തൊട്ടാ? ടിപ്പ് ഓഫ് കോക്സസ് തൊട്ട് എന്താണ് തൊട്ട് താഴെ വരുന്ന പിബിക് സിംബേസില് അതിന് ലോവർ എൻഡ് വരെ കേട്ടോ. കോക്സിന്റെ ടിപ്പ് തൊട്ട് സിംബേസിസ് പിബിസിൽ താഴെ വരുന്ന ഭാഗം എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഔട്ട്ലെറ്റ് എന്ന് വിളിക്കുക അല്ലേ? ഇവിടെയും ഡയമീറ്റർ ചോദിക്കും. ഇവിടെയും ആൻഡർ പഠിക്കണം, എല്ലാം പഠിക്കണം. ആൻഡർ പോസ്റ്റ് ഡയമീറ്റർ ഓഫ് ഔട്ട്ലെറ്റ് എത്രയാ? ആൻഡർ പോസ്റ്റ് എ പി ഡയമീറ്റർ ഓഫ് എത്രയാ? ഔട്ട്ലെറ്റ് എത്രയാ? 13 ആണോ? 13 ആണോ? 13 അല്ലേ? എ പി ഡയമീറ്റർ എത്രയാ? 13 അല്ലേ? എ പി ഡയമീറ്റർ എത്രയാ? 13 അല്ലേ? എ പി ഡയമീറ്റർ എത്രയാ? എ പി ഡയമീറ്റർ 13. ലാസ്റ്റ് കാര്യം പറഞ്ഞു കേട്ടിരുന്നു. എ പി ഡയമീറ്റർ 13 അല്ലേ? ആണ്. ട്രാൻസ്വേഴ്സ് എത്രയാ? ട്രാൻസ്വേഴ്സ് എത്രയാ? 11. ട്രാൻസ്വേഴ്സ് എത്രയാ?
11. ആൻഡ് ഒബ്ലിക്ക് എത്രയാ? 12. ചോദ്യം എപ്പോഴും ഒബ്ലിക്ക് എത്ര സെന്റിമീറ്റർ ചോദിക്കും. ഒബ്ലിക്ക് ആണെങ്കിൽ 12 ആണ്, ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ 11 ആണ്. ആന്റിൽ പോസ്റ്റ് ആണെങ്കിലോ? ആന്റിൽ പോസ്റ്റ് എത്രയാ? ആന്റിൽ പോസ്റ്റ് എത്രയാ? ആന്റിൽ പോസ്റ്റ് എത്രയാ? 13. ക്ലിയർ? എത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇനിയാണ് നമ്മൾ അവസാനം പഠിക്കാവുന്ന കാര്യം. അവസാനം പഠിക്കാവുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? ഒരു മിനിറ്റ്. ലാസ്റ്റ് കാര്യം പഠിക്കാം. പഠിക്കാമോ? എന്താ കാണുന്നത്? എന്താ വായിക്കുന്നത്? ഇത് ബ്രിം അല്ലേ? ഇത് ബ്രിം ആണോ? ഇത് ബ്രിം വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ക്യാവിറ്റി വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നോട്ട് വായിന്നറിയാം. ഔട്ട്ലെറ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ? 3 ഹെഡിങ് ഇടുക. നോട്ട് അയച്ച് 3 ഹെഡിങ് ഇടുക. അതിൽ എ പി ഡയമീറ്റർ എത്രയാ? എ പി ഡയമീറ്റർ ഓഫ് ദ ബ്രിം എത്രയാ? 11. ആൻഡ് ക്യാവിറ്റി എത്രയാ? 12. ക്യാവിറ്റി എത്രയാ? 12 അല്ലേ? ഔട്ട് എത്രയാ? ഔട്ട്ലെറ്റ് 13 അല്ലേ? 13. ആൻഡ് ഒബ്ലിക്ക് എത്ര? ഒബ്ലിക്ക് എത്രയാ? ബ്രിം അളവ് എത്ര? ബ്രിം 12 ആണോ? ഒബ്ലിക്ക് എത്രയാ? 12. ഒബ്ലിക്ക് എത്രയാ? 12 അല്ലേ? ആൻഡ് ക്യാബിൻ എത്രയാ? 12 അല്ലേ? ഔട്ട്ലെറ്റ് എത്രയാ? 12. കേരള P6 പ്രീവിയസ് ചോദ്യമാണ്. ആൻഡ് ട്രാൻസ്ഫർ എത്രയാ? ട്രാൻസ്വേഴ്സ് എത്രയാ? ഇത് ബ്രിം എത്രയാ? 13 അല്ലേ? ബ്രിം 13 അല്ലേ? ബ്രിം 13, ക്യാവിറ്റി ആണെങ്കിൽ 12, ഔട്ട്ലെറ്റ് ആണെങ്കിൽ 11. ശരിയല്ലേ? ഔട്ട്ലെറ്റ് ആണെങ്കിൽ 11 അല്ലേ? ക്യാവിറ്റി എല്ലാം ഒരേ അളവാണോ? ക്യാവിറ്റി എല്ലാം ഒരേ ഡയമീറ്റർ ആണോ? ക്യാവിറ്റി എല്ലാം ഒന്നാണോ? ക്യാവിറ്റി എപ്പോഴും എത്രയാ? 12 ആണ്. ക്യാവിറ്റി എപ്പോഴും 12 ആണ്. വീണ്ടും ചോദ്യം, എ പി ഡയമീറ്ററിൽ ഏറ്റവും കുറവുള്ള ആർക്കാ? എ പി ഡയമീറ്റർ ഏറ്റവും കുറവുള്ള ആർക്കാണ്? ചോദ്യം വരും. ആർക്കാ? എ പി ഡയമീറ്റർ ഏറ്റവും കുറവുള്ള ആർക്കാ? എ പി ആന്റിൽ പോസ്റ്റ് ഡയമീറ്റർ ഏറ്റവും കുറവുള്ള ആർക്കാ? ബ്രിം ആണോ? ബ്രിം ആണല്ലേ? ബ്രിം അല്ലേ? എ പി ഡയമീറ്റർ കൂടിയ ആർക്കാ? ഔട്ട്ലെറ്റ് അല്ലേ? ഔട്ട്ലെറ്റ് ആണോ? ഇൻലെറ്റ് ആണോ? കൂടിയ ആർക്കാ? ഔട്ട്ലെറ്റ്. മാർക്കല്ല. പക്ഷെ ഇത് ക്യാവിറ്റി എപ്പോഴും എന്തായിരിക്കും? 12. കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? ക്യാവിറ്റി എപ്പോഴും 12. ഈ ഒരു കാര്യം ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ക്യാവിറ്റി എപ്പോഴും 12 ആണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇത് ബ്രിം എപ്പോൾ എത്രയാ? ഇത് ബ്രിം ഏറ്റവും കുറവ് വരുന്നത് എവിടെയാ? ആൻഡിൽ പോസ്റ്റ് ആണോ? എ പി അല്ലേ? ബ്രിം എപ്പോൾ കുറഞ്ഞത് എ പിയിലാണ് അല്ലേ? മറക്കും ഈ കാര്യം. ക്യാവിറ്റി കാര്യം ഒരിക്കലും മറക്കരുത്. ക്ലിയർ? നെക്സ്റ്റ് പെൽവിസ് കഴിഞ്ഞല്ലോ. ടൈപ്സ് ഓഫ് പെൽവിസും എല്ലാ ഡയമീറ്റേഴ്സും എല്ലാം ക്ലിയർ ആയല്ലോ? എല്ലാവരും ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി പോയിട്ട് ആ നോട്ട് വായിക്കണം കേട്ടോ. ഞാൻ അയക്കുന്ന നോട്ട്സ് വായിക്കണം. ഇത് വേണേൽ ആലോചിക്കാം. എനിക്ക് വേണേൽ എന്താണ് പഴയ റെക്കോർഡ് പഠിക്കുമല്ലോ. ഞാൻ ഓൾഡ് റെക്കോർഡ് പഠിക്കില്ലല്ലോ. പഠിക്കില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ ഓൾഡ് റെക്കോർഡ് ഒന്നും പഠിക്കില്ല. എനിക്കറിയാം പഠിക്കില്ല. 1 മാർക്ക് 2 മാർക്ക് പോകും അവിടെ. പക്ഷെ ലൈവ് പഠിക്കുമ്പോൾ മാത്സ് പഠിക്കാൻ പറ്റില്ലേ? ഞാൻ വേണമെങ്കിൽ എനിക്ക് പറയാം, ഒരു എക്സ്ക്യൂസ് പറയാം. സുഖമില്ല, തൊണ്ട വയ്യ, പറഞ്ഞില്ലല്ലോ. ലൈവ് പഠിപ്പിക്കാൻ എക്സാം ചോദ്യം വരും. നന്നായി പഠിക്കുക. നമുക്ക് ടുമോറോ സ്റ്റാർട്ട് ചെയ്യാവും.
സ്കൾ 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 സ്കളാണ്. സ്റ്റാർട്ട് ചെയ്യാമോ? നെക്സ്റ്റ് സെക്ഷൻ 8 മണിയൊക്കെ കേട്ടോ. ടുമോറോ 8 മണി കേട്ടോ. രാത്രി 8 മണിയൊക്കെ. അതൊന്നും എല്ലാവർക്കും കൺവീനിയന്റ് ആയി. ടൈം എപ്പോഴും 8 മണി എല്ലാവർക്കും. കാരണം ഓടി വന്ന് ആ വണ്ടി ചാടി ഇറങ്ങി ഇരിക്കണം അല്ലേ? ശരിയല്ലേ? ജോലിക്ക് വന്നോണ്ടിരിക്കണ്ടേ? അത് വേണ്ട. 8 മണിയായിരിക്കും കേട്ടോ. 8 മണിയായിരിക്കും. സോ സി ഓൺ ടുമോറോ 8 PM. ബൈ. പഠിക്കേ. താങ്ക് യു സോ മച്ച്. ഫീസ് കൂടെ കംപ്ലീറ്റ് ചെയ്യേ. ഫീസ് കംപ്ലീറ്റ് ചെയ്യാത്തവർ അടുത്ത ദിവസം പുറത്താക്കും. പിന്നെ ഈ